സോ വിൽ സ്റ്റാർട്ട് വിത്ത് കളക്ഷൻ ഓഫ് ഡേറ്റ. അപ്പൊ നമ്മൾ ഇന്നലെ 6 സ്റ്റെപ്പ് ഓൾറെഡി കവർ ചെയ്തു. അപ്പോൾ റിസർച്ച് പ്രോബ്ലം ആദ്യം ഫോർമുലേറ്റ് ചെയ്യല്, പിന്നെ ലിറ്ററേച്ചർ റിവ്യൂ. സ്ലൈഡിലേക്ക് formulating the research problem, extensive literature review, formulation of objectives, development of working hypothesis, preparing the research design, determining the sample design, പിന്നെ collecting the data. ഇത്രയാണ് നമ്മൾ ഇന്നലെ ചെയ്തത്, ഇന്നലെ കവർ ചെയ്തത്. സോ ഇന്ന് നമ്മൾ കളക്ടിങ് ദ ഡേറ്റ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഡിറ്റർമൈനിങ് ദ സാമ്പിൾ ഡിസൈൻ വരെയാണ് ചെയ്തത്. ഇന്ന് നമ്മൾ കളക്ടിങ് ദ ഡേറ്റ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, പിന്നെ പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് റിപ്പോർട്ട്, ഇതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ കളക്ഷൻ ഓഫ് ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഓർഗനൈസ്ഡ് പ്രോസസ്സാണ്. എന്തിന്? ഇൻഫർമേഷൻ പ്രൈമറി സോഴ്സസിനും സെക്കൻഡറി സോഴ്സസിനും കളക്ട് ചെയ്തിട്ട് പ്രോപ്പർ ടെക്നീക്സ്, പ്രോപ്പർ മെത്തേഡ്സ്, പ്രോപ്പർ ടൂൾസ് ഉപയോഗിച്ചിട്ട് ഡാറ്റ കളക്ട് ചെയ്യാണ്. നമ്മൾ റിസർച്ച് ഇൻ ജനറൽ സിസ്റ്റമാറ്റിക്കലി ആണ് ചെയ്യുന്നത്. അപ്പൊ ഡാറ്റ കളക്ഷൻ ചെയ്യുമ്പോഴും ആ സിസ്റ്റമാറ്റിക് ആയ രീതി, സ്റ്റാൻഡർഡൈസ്ഡ് ആയ രീതി ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അഗൈൻ എല്ലാത്തിനുള്ള ക്രൈറ്റീരിയ പോലെ ഡാറ്റ കളക്ഷനും നല്ല ക്രൈറ്റീരിയ ഉണ്ട്. എല്ലാത്തിലുള്ള വാലിഡിറ്റി, റിലയബിലിറ്റി, ഒബ്ജക്ടിവിറ്റി, ആക്യുറസി, എത്തിക്കൽ കംപ്ലയൻസ്, ഇതൊക്കെ പിന്നെയും വരുന്നുണ്ട്. അപ്പോ പിന്നെയും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാവുന്നതാണ് എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളത്. ഇപ്പൊ ടൈപ്സ് ഓഫ് ഡേറ്റ ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ടൈപ്സ് ഓഫ് ഡേറ്റ എന്നൊക്കെ ആയിരിക്കുള്ളൂ. അപ്പോ പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞാൽ റിസർച്ചർ ഡയറക്ട്ലി കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി. അപ്പൊ സർവേസിലൂടെ ആവാം, ഇന്റർവ്യൂസിലൂടെ ആവാം, ഒബ്സർവ് ചെയ്തിട്ടാവാം, എക്സ്പെരിമെന്റ് ചെയ്തിട്ടാവാം, FGD അഥവാ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസിലൂടെ ആവാം. അപ്പൊ ഡയറക്ട്ലി റിസർച്ചർ കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ് പ്രൈമറി ഡേറ്റ. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഓൾറെഡി കളക്ട് ചെയ്ത ഡേറ്റയിൽ നിന്ന് നമ്മുടെ പർപ്പസിന് വേണ്ടി നമ്മൾ ഇൻഫർമേഷൻ എടുക്കുന്നു. അപ്പോൾ വേറൊരു പർപ്പസിന് കളക്ട് ചെയ്ത ഡേറ്റ ആയിരിക്കാം, അത് നമ്മുടെ പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പൊ ബുക്സ്, ജേർണൽസ്, സെൻസസ് റിപ്പോർട്ട്സ്, ഗവൺമെന്റ് ഡാറ്റാബേസിലുള്ള ഫയൽസ്, റിസർച്ച് ആർട്ടിക്കിൾസ്, അതൊക്കെ ഇതിൽ പെടും. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇതിന്റെ എക്സാമ്പിൾസും കൂടെയാണ്. കാരണം ഡയറക്ട്ലി അങ്ങനെ തന്നെ ചോദിച്ചിട്ട് വിത്ത് എക്സാമ്പിൾസ് വെച്ചിട്ട് ഏത് ഇതിലേക്കാണ് മാച്ച് ദ ഫോളോയിങ് ചിലപ്പോൾ വരും. സോ അത് നോക്കാം. ഇനി ഡാറ്റയിൽ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആയിട്ടും ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആയിട്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ നിങ്ങൾക്ക് അറിയാം, ന്യൂമറിക്കൽ ഡാറ്റ ആയിരിക്കും. ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നോൺ ന്യൂമറിക്കൽ, ഡിസ്ക്രിപ്റ്റീവ് ആയ, നാരറ്റീവ് ആയ, ആൾക്കാരുടെ ഒപ്പീനിയൻസ്, ആൾക്കാരുടെ എക്സ്പീരിയൻസസ് ഒക്കെ ക്യാപ്ചർ ചെയ്യുന്ന ഡാറ്റ ആയിരിക്കും ക്വാളിറ്റേറ്റീവ് ഡാറ്റ. അതൊക്കെ കണ്ടുവരുന്നത്, അത് എടുക്കാൻ പറ്റുന്നത് ഇന്റർവ്യൂ ട്രാൻസ്ക്രിപ്റ്റ്സിന്, കേസ് സ്റ്റഡി നോട്ട്സിന്, ഓഡിയോ വീഡിയോ റെക്കോർഡിങ്സ് ഉണ്ടാകും. ഇതിൽ നിന്നൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ കിട്ടുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ചിലപ്പോൾ ടെസ്റ്റ് സ്കോർസ്, ഏജ്, ഇൻകം ഒക്കെ അതിൻ്റെയൊക്കെ ലിസ്റ്റുകൾ, ഡെമോഗ്രാഫിക്സ് ഉണ്ടാകും. ലൈക്കേർട്ട് സ്കിൽ റേറ്റിംഗ്സ്, ഒരു സ്കെയിലിൽ ലൈക്കേർട്ട് സ്കെയിൽ എന്ന് പറഞ്ഞൊരു സ്കെയിൽ ഉണ്ട്. അപ്പൊ അതിന്റെ റേറ്റിംഗ്സ്, അതായത് ഫൈനൽ സ്കോർസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ആൾക്കാർ ചെയ്തിരിക്കുന്ന അതൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കിട്ടും. പിന്നെ ബേസ്ഡ് ഓൺ ടൈം ഡയമെൻഷൻ, നമ്മൾ ഓൾറെഡി കണ്ട രണ്ട് വാക്കുകളാണ് ക്രോസ് സെക്ഷണൽ ഡേറ്റയും ലോഞ്ചിറ്റ്യൂണൽ ഡേറ്റയും. ഇപ്പൊ ക്രോസ് സെക്ഷണൽ ഡാറ്റ കിട്ടുന്നത് എങ്ങനെയാ? ഒരു സിംഗിൾ പോയിന്റ് ഓഫ് ടൈമിൽ കളക്ട് ചെയ്യുന്നതാണ്. ലോഞ്ചിറ്റ്യൂണൽ ഡാറ്റ വരുന്നത് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, സെയിം സബ്ജക്ട്സിൽ നിന്ന് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം കളക്ട് ചെയ്യുന്നതാണ് ലോഞ്ചിറ്റ്യൂണൽ ഡാറ്റ. ഇനി സോഴ്സസ്, മറ്റേ ടൈപ്സ് ആയിരുന്നു, സോഴ്സസ് ആണ്. ആ പ്രൈമറി ഡാറ്റ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ സോഴ്സസിൽ നിന്നാണ്. റെസ്പോണ്ടൻസിന്ന്, ഒബ്സർവേഷൻസ് മെയ്ഡ് ബൈ റീസർച്ചർ, എക്സ്പെരിമെന്റ് ആൻഡ് ഫീൽഡ് വർക്ക്, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടക്കുമ്പോഴാണ് പ്രൈമറി സോഴ്സസ് ആവുന്നത്. ആ വാക്കുകൾ ശ്രദ്ധിക്കുക, സോഴ്സും ടൈപ്പും തമ്മിലുള്ള വ്യത്യാസം. സെക്കൻഡറി സോഴ്സസ് എന്ന് പറഞ്ഞാൽ ബുക്സ്, ജേർണൽസ്, സ്കോളർലി ആർട്ടിക്കിൾസ്, ഗവൺമെന്റ് ആൻഡ് NGO റിപ്പോർട്ട്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സ്, ഓൺലൈൻ ഡേറ്റാബേസസ് ആൻഡ് ആർക്കൈവ്സ്. അപ്പൊ ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് സെക്കൻഡറി സോഴ്സസ് എന്ന് പറയാൻ പറ്റുന്നത്. സിമിലാരിറ്റി ഉണ്ട്, എസ്പെഷ്യലി എക്സാമ്പിൾസിൽ സിമിലാരിറ്റി ഉണ്ട്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വരെയില്ല. പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ രണ്ടും മാഷ് ചെയ്ത് പഠിക്കുക, സെപ്പറേറ്റ് ആയി തന്നെ അത് നോക്കുക. ഇനി മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ, ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ്. ആദ്യം
അപ്പൊ സർവേസ്, അതായത് സ്ട്രക്ചേർഡ് ആയിട്ട് ക്വസ്റ്റ്യനേഴ്സ് ഉണ്ടാവും, ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ക്ലോസ് എൻഡും ഓപ്പൺ എൻഡഡും തമ്മിലെ വ്യത്യാസം, ക്ലോസ് എൻഡഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഓപ്ഷൻ, 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ 4 ഓപ്ഷൻ ഉണ്ടാവുള്ളൂ, അതിൽ നിന്നേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്പൺ എൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഫില്ലിൻ ലൈക്ക് ഒരു ബ്ലാങ്ക് ആയിരിക്കും, റെസ്പോണ്ടന്റിന് ആവശ്യമുള്ള പോലെ അവർക്ക് അത് ആൻസർ ചെയ്യാം. അപ്പൊ മോസ്റ്റ്ലി സർവേസ് നടക്കുമ്പോൾ നമ്മൾ ക്ലോസ് എൻഡഡ് ആയിട്ടാണ് കൊടുക്കുക. അതുപോലെ സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻസ്, അപ്പോൾ ബിഹേവിയേഴ്സ് ഒബ്സർവ് ചെയ്യായിരിക്കും, പക്ഷെ അതിനൊരു പ്രോപ്പറായി ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും, എന്താണ് ഒബ്സർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഓൾറെഡി സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ എക്സ്പെരിമെന്റ്സ്, ഇപ്പോൾ കൺട്രോൾഡ് കണ്ടീഷൻസിൽ അല്ലെങ്കിൽ കൺട്രോൾ എൻവയറമെന്റിൽ ഒരു എക്സ്പെരിമെന്റ് നടത്തിയാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി ഡാറ്റ കളക്ട് ചെയ്യുന്നത്. സോ ഇത് മെത്തേഡ്സ് ആണ്, സർവേസ്, സ്ട്രക്ചർഡ് ഒബ്സർവേഷൻ, എക്സ്പെരിമെന്റ്സ്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒബ്ജക്റ്റീവായ ന്യൂമറിക്കൽ ഡാറ്റയാണ്. ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിൽ വരുന്നതെന്ന് വെച്ചാൽ ഇന്റർവ്യൂസ് വരാം. അപ്പൊ ഇന്റർവ്യൂസ് 2 തരമുണ്ട്, സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡും ഉണ്ട്. സ്ട്രക്ചേർഡ് ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞാൽ പ്രീ സെറ്റ് ആയിട്ട് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ആ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ആയിട്ട് നമ്മൾ ആ ടോപ്പിക്ക് പറയും, പിന്നെ അങ്ങനത്തെ കോൺവെർസേഷൻ നടക്കുകയാണ്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് ചിലപ്പോൾ സെമി സ്ട്രക്ചേർഡ് എന്ന്. സെമി സ്ട്രക്ചേർഡ് വരുമ്പോൾ ഒരു ജനറൽ ഇന്റർവ്യൂ ഷെഡ്യൂൾ ഉണ്ടാകും, അത് വെച്ചിട്ട് നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കും, പക്ഷെ ഒരു ജനറൽ ഔട്ട്ലൈൻ അല്ലെങ്കിൽ ജനറൽ ഇത് ഉണ്ടാകും, പക്ഷെ മൊത്തത്തില് കോൺവെർസേഷൻ ഒക്കെ കൺട്രോൾ ചെയ്യാൻ നോക്കില്ല. അപ്പൊ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും, പക്ഷെ കുറച്ച് സ്ട്രക്ചേർഡ് ആയിരിക്കും. പിന്നെ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തിയിട്ട് അതില് നമ്മൾ ഒരു മോഡറേറ്റർ ആയിട്ട് മാത്രം നിൽക്കുക. നമ്മളത് പ്രോംപ്റ്റ് ചെയ്ത പോലെയല്ല, നമ്മൾ ജസ്റ്റ് ഒരു മീഡിയേറ്റർ റോൾ എടുത്തിട്ട് ഡിസ്കഷൻ അങ്ങോട്ട് പ്രോംപ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് ഡാറ്റ കളക്ട് ചെയ്യാണ് ചെയ്യുക. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, ക്വാളിറ്റേറ്റീവിലും നമ്മൾ ബിഹേവിയേഴ്സ് ഒബ്സർവ് ചെയ്യും. ഈ ക്വാളിറ്റേറ്റീവ്ലി മെത്തേഡ് ആകുമ്പോൾ, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആകുമ്പോൾ റിസർച്ചർ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആണ്. അപ്പോ റിസർച്ചർ തന്നെ ഇമ്മേഴ്സ് ആകുക സെറ്റിംഗ്, എന്നിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. പിന്നെ കേസ് സ്റ്റഡീസ്, ഒരു സിംഗിൾ യൂണിറ്റിന്റെ, അതായത് ഒരു പേഴ്സൺ ആവാം, ഒരു ഗ്രൂപ്പ് ആകാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആകാം, ഒരു ഇവന്റ് ആകാം, എന്താണെങ്കിലും ഒരു സിംഗിൾ യൂണിറ്റിന്റെ ഇൻഡെപ്ത് എക്സാമിനേഷൻ ആണ് കേസ് സ്റ്റഡീസിലൂടെ നടക്കുന്നത്. ഇതൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ. ഇനി ടൂൾസ്, മറ്റേത് മെത്തേഡ്സ് ആണ്, എന്ത് വഴിയിലൂടെയാണ്. ഇനി ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്ത് ഉപയോഗിച്ചിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഇപ്പൊ ക്വസ്റ്റ്യനെയർ തന്നെ റിട്ടേൺ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്പൺ എൻഡഡ് ആവാം, ക്ലോസ് എൻഡഡ് ആവാം, അല്ലെങ്കിൽ രണ്ടിനെ മിക്സ് ആകാം. ഇന്റർവ്യൂ ഷെഡ്യൂള് ഒരു സ്ട്രക്ചേർഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ത്രൂ ഔട്ട് ഇന്റർവ്യൂസ്. യൂസ് ബോത്ത് ഇൻ സ്ട്രക്ചേർഡ് ആൻഡ് സെമി സ്ട്രക്ചേർഡ്, നമ്മളിപ്പോൾ അത് ഡിസ്കസ് ചെയ്തു. ഒബ്സർവേഷൻ ഷെഡ്യൂള്, സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻസിൽ നമ്മൾ പറഞ്ഞു ഒരു പ്രീ ചെക്ക് ലിസ്റ്റ് ഉണ്ടാകും, അതിനെയാണ് ഒബ്സർവേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക്കലി ബിഹേവിയേഴ്സ് ഒക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി. പ്രീ ടെസ്റ്റിങ്ങിനെ പറ്റി നമ്മൾ ഇന്നലെ സംസാരിച്ചു. നമ്മൾ പൈലറ്റ് സ്റ്റഡി അല്ലെങ്കിൽ പൈലറ്റ് ടെസ്റ്റിനെ പറ്റി പറഞ്ഞപ്പോൾ, പൈലറ്റ് സ്റ്റഡീനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പ്രീ ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പ്രീ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ കളക്ഷന്റെ ടൂള്, ഇപ്പൊ നമ്മൾ ഈ ടൂൾസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഫീസിബിൾ ആണോ, ക്ലാരിറ്റി ഉണ്ടോ, റിലയബിൾ ആണോ എന്നൊക്കെ നമ്മൾ നോക്കുകയാണ്. അതായത് ഇതുകൊണ്ട് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നുണ്ടോ, പറഞ്ഞ എല്ലാ കണ്ടന്റും കവേർഡ് ആണോ, ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടോ, ആൾക്കാർക്ക് ഇതുകൊണ്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നുണ്ടോ, വേറെ ബയസ് എന്തെങ്കിലും കയറി വരുന്നുണ്ടോ, മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടോ, ട്രാൻസ്ലേഷൻ ഇഷ്യൂസ് ഉണ്ടോ, ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ വരാം നമ്മുടെ ഒരു ടൂളിന്. അപ്പൊ ആ ടൂളിന്റെ പ്രശ്നങ്ങൾ വേഗം മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആണോ, ഫോർമാറ്റ് നല്ലതാണോ, എല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഈ പ്രീ ടെസ്റ്റിംഗ് ചെയ്യണം. അപ്പൊ പ്രീ ടെസ്റ്റും പൈലറ്റ് ടെസ്റ്റും അല്ലെങ്കിൽ പൈലറ്റ് സ്റ്റഡി എന്ന് പറയും, അത് തമ്മിലുള്ള ഡിഫറൻസ് വെച്ച് വേണമെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. അതുകൊണ്ടാണ് അതൊന്നും കൂടി എടുത്ത് പറയുന്നത്. അപ്പൊ ഒരു സ്മോൾ സാമ്പിൾ, നമ്മുടെ ആക്ച്വൽ ടാർഗറ്റ് പോപ്പുലേഷനേക്കാളും ഒരു ചെറിയ സാമ്പിള്, അതുപോലത്തെ ഒരു ചെറിയ സാമ്പിൾ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടൂൾ, വാലിഡ് ആയിരിക്കും, റിലയബിൾ ആയിരിക്കും. നമ്മൾ വാലിഡിറ്റിയുടെ ടൈപ്സ് പറഞ്ഞായിരുന്നു, റിലയബിലിറ്റിയുടെ ടൈപ്സ് പറഞ്ഞിട്ടില്ല. അപ്പൊ 3 ടൈപ്സ്, ജസ്റ്റ് ടെസ്റ്റ്, റീടെസ്റ്റ്, റിലയബിലിറ്റി. അപ്പൊ ഒരേ ടെസ്റ്റ് തന്നെ, അതായത് നമ്മളപ്പോൾ ടൂൾ, ഇപ്പൊ നമ്മുടെ സർവേ ആണ്, അപ്പൊ ഫസ്റ്റ് ഒരു ഗ്രൂപ്പിന് നമ്മൾ ഇത് കൊടുത്തു, അവരത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ അതേ ടെസ്റ്റ് തന്നെ അതേ ഗ്രൂപ്പിൽ കൊടുത്തിട്ട്
നമ്മൾ നോക്കുകയാണ് എന്താണ് കൺസിസ്റ്റൻസി ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാണ്. അതായത് അതേപോലെ ആണോ അല്ലെങ്കിൽ അതിന് സിമിലർ ആയിട്ടാണോ നമ്മുടെ ഔട്ട്കംസ് വരുന്നതെന്ന് നമ്മൾ നോക്കും. സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ സ്കോർസ് കോറിലേറ്റ് ചെയ്യും. അതായത് ഓൾമോസ്റ്റ് സിമിലർ ആണോ കിട്ടുന്നതെന്ന്. പിന്നെ ഇന്റേണൽ കൺസിസ്റ്റൻസിക്ക് വേണ്ടി ക്രോൺബാക്സ് ആൽഫ, അത് നിങ്ങൾ പേരായിട്ട് അറിഞ്ഞാൽ മതി. എന്താണ് അത് ചെയ്യുന്നത് എന്നുള്ള അത്രയും ഡെപ്തിലേക്ക് വരില്ല. നെറ്റിന് ഞാൻ ആലോചിച്ചു, എസ്പെഷ്യലി നമ്മൾ റിസർച്ച് പഠിക്കുമ്പോൾ, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും ഇൻ ജനറൽ റിസർച്ച് പഠിക്കുമ്പോൾ നമ്മൾ കുറേയും കൂടെ ഡെപ്തിൽ പോകാറുണ്ട്. ഇതിന് അത്രയും ഡെപ്തിന്റെ ആവശ്യമില്ല, ഇത്രയും പോർഷൻ കവർ ചെയ്യുന്നതുകൊണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് ആ പേര് അറിഞ്ഞിരുന്നാൽ മതി, എന്തിനോട് റിലേറ്റഡ് ആണ്. അപ്പൊ റിലയബിലിറ്റിനോട് റിലേറ്റഡ് ആണ് എന്നറിയാൻ വേണ്ടിയാണ് ക്രോൺബാക്സ് ആൽഫ. പിന്നെ ഒബ്ജക്റ്റിവിറ്റി. അപ്പൊ ടൂൾ എന്തായാലും ആര് കൊടുത്താലും ആര് ചെയ്താലും ഓൾമോസ്റ്റ് റിസൾട്ട്സ് സെയിം ആയിരിക്കണം. റിസർച്ചർ ബയസ് ഉണ്ടാവരുത്. പിന്നെ യൂസബിലിറ്റി, യൂസ് ചെയ്യാൻ എളുപ്പമാണോ, കോസ്റ്റ് എഫക്റ്റീവ് ആണോ, ടൈം എഫക്റ്റീവ് ആണോ, അപ്പൊ അതൊക്കെ ഒരു ഗുഡ് ടൂളിനെ ഡിറ്റർമൈൻ ചെയ്യും. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടൂൾ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരില്ല, പക്ഷെ ഈ വാക്കുകൾ ചിലപ്പോൾ ഓപ്ഷൻസിൽ വരാം. എന്തിലെങ്കിലും ഇത് റിലേറ്റഡ്. അപ്പൊ നിങ്ങൾക്ക് ഇത് എന്തിനോട് റിലേറ്റഡ് അല്ലെങ്കിൽ എന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് 8, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർ ആയിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്, ടൂൾസ്, ലോജിക്കൽ ടെക്നിക്സ് ഒക്കെ നമ്മുടെ ഡാറ്റ സമ്മറൈസ് ചെയ്യാൻ, ഡിസ്ക്രൈബ് ചെയ്യാൻ, കമ്പയർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ പാറ്റേൺസ്, ട്രെൻഡ്സ് കണ്ടുപിടിക്കാൻ, നമ്മുടെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാൻ, കൺക്ലൂഷൻസ്, ഫൈൻഡിങ്സ് വരുത്താൻ ഒക്കെയാണ് ഡാറ്റ അനാലിസിസ് നടത്തുന്നത്. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു ഫുൾ ടോപ്പിക് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഡാറ്റയിൽ നിന്ന് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കും. കിട്ടിയ ഡാറ്റ പാറ്റേൺസ് അല്ലെങ്കിൽ അതിനെ എന്ത് ഇൻഫർ ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് മീനിങ് കണ്ടുപിടിക്കുന്നു നമ്മളപ്പോ ആ നമ്പേഴ്സ് കിട്ടിയ ചിലപ്പോൾ കുറച്ച് നമ്പേഴ്സ് ആയിരിക്കും, അതിന്റെ കോണ്ടെക്സ്റ്റും അതിന്റെ യൂസും അതിന്റെ ഇമ്പോർട്ടൻസും ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് ഇന്റർപ്രിട്ടേഷൻ. സോ ടൈപ്സ് ഓഫ് ഡാറ്റ അനാലിസിസിലേക്ക് പോവാം. ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ അനാലിസിസ്. ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ അനാലിസിസിൽ നമ്മൾ ബേസിക്കലി സമ്മറൈസ് ചെയ്യാണ്. അതായത് നമ്മൾ പാറ്റേണുകൾ, ആവറേജസ്, ഫ്രീക്വൻസീസ്, ഡിസ്ട്രിബ്യൂഷൻസ് ഇതൊക്കെയാണ് കാണിക്കുന്നത്. യൂഷ്വലി സോഷ്യോ ഡെമോഗ്രഫിക് ഡാറ്റയൊക്കെ കളക്ട് ചെയ്യുമ്പോൾ, അതായത് സോഷ്യോ ഡെമോഗ്രഫിക് ഡാറ്റ എന്ന് പറഞ്ഞാൽ ബേസിക് ഡീറ്റെയിൽസ്, നെയിം, ഏജ്, എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ഇൻകം, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് APL ആണോ BPL ആണോ എന്നുള്ളത്, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പൊ സോഷ്യോ ഡെമോഗ്രഫി, ഒരു ഡെമോഗ്രഫിയുടെ സോഷ്യോളജിക്കലി ഡിഫൈൻ ചെയ്യുന്ന സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചിൽ പ്രസന്റ് ചെയ്യുന്നത് യൂഷ്വലി ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് വെച്ചാണ്. ഫ്രീക്വൻസി ഒക്കെ കാണിക്കാൻ വേണ്ടി ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതിൽ വരുന്നതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, ഗ്രാഫ്സ്, ചാർട്ട്സ് ഒക്കെ. അത് പ്രസന്റ് ചെയ്യുമ്പോഴാണ് ഗ്രാഫ്സും ചാർട്ട്സും ഉപയോഗിക്കുന്നത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മെയിൻ മീഡിയൻ മോഡാണ്. മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ റേഞ്ച്, വേരിയസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇതിനെ കുറച്ചുകൂടെ നമുക്കത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഒക്കെ ഇത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. അത് ഭയങ്കര ഇൻഡെപ്ത് ആയിട്ട് എങ്ങനെ ചെയ്യണം എന്ന മാനുവലി അതൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. എന്തോ ഓക്കെ. അടുത്തത് ഇൻഫറൻഷ്യൽ ഡാറ്റ അനാലിസിസ്. അപ്പോൾ ഒരു സാമ്പിളിൽ നിന്ന് നമ്മൾ ഇതിലാണ് ജനറലൈസേഷൻ വരുന്നത്. അതായത് നമ്മൾ കൺക്ലൂഷൻസ് ഡ്രോ ചെയ്യണം. ഒരു സാമ്പിളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഡാറ്റ വെച്ചിട്ട് നമ്മൾ ഒരു പോപ്പുലേഷന് വേണ്ടി ഫുള്ള് കൺക്ലൂഷൻസ് ഡ്രോ ചെയ്യാണ്. ഇവിടെയാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നത്, റിലേഷൻഷിപ്സ് നോക്കുന്നത്, ഡിഫറൻസസ് നോക്കുന്നത്, വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇൻഫറൻഷ്യൽ ഡാറ്റ അനാലിസിസിലൂടെയാണ്. ഇവിടെയാണ് പിന്നെ പാരാമെട്രിക് ടെസ്റ്റ്, നോൺ പാരാമെട്രിക് ടെസ്റ്റ്, പി വാല്യൂ, അതിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് വരുന്നത് ഇൻഫറൻഷ്യൽ ഡാറ്റ അനാലിസിസിലാണ്. പിന്നെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ്. ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് ആകുമ്പോൾ നമ്മുടെ പാറ്റേൺസ്, തീംസ് ഇതൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത് യൂഷ്വലി. ന്യൂമറിക്കൽ ഡാറ്റ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ തീമാറ്റിക്കലി അറേഞ്ച് ചെയ്യാനൊക്കെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസിൽ നോക്കുന്നത്. ടൂൾ യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് തീമാറ്റിക് അനാലിസിസ്, കണ്ടന്റ് അനാലിസിസ്, ഗ്രൗണ്ടഡ് തിയറി, അല്ലെങ്കിൽ പിന്നെ ഫോക്കസ് ഗ്രൂപ്പ് ഡാറ്റ, കോഡിംഗ് ഒക്കെ വരുന്നത്, ഇന്റർവ്യൂവിന്റെ കോഡിംഗ് ഒക്കെ വരുന്നത് ഇതിലാണ്. ജസ്റ്റ് നോക്കാൻ വേണ്ടിയുള്ള ഇതാണ്.
അപ്പൊ നമ്മൾ പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഫസ്റ്റ് ഇതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഇത് ഡീറ്റെയിൽ ആയി പോകുന്നില്ല. ജസ്റ്റ് മീൻ എന്ന് പറയുന്നത് അരിത്മെറ്റിക് ആവറേജ് ആണ്. ഇതൊക്കെ നമ്മളൊരു +1 ലെവലിൽ 10 ലെവലിലെങ്കിലും പഠിച്ചിട്ടുണ്ടോ, ആ ബേസ് മതി. ഇപ്പൊ നമ്മൾ സോഷ്യൽ വർക്കിൽ റിസർച്ചിലൊക്കെ പഠിക്കുമ്പോൾ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് കുറെ മെത്തേഡ്സ് അതൊക്കെ പഠിക്കും. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിട്ട് കണ്ടിട്ടേ ഇല്ല. മേ ബി 1 പ്രോബ്ലം ഞാൻ കണ്ടിട്ടുണ്ട് ന്യൂമറിക്കലായിട്ട്, അല്ലാണ്ട് ഇത് റിലേറ്റഡ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോ മീൻ എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ആവറേജ് ആണ്. അപ്പൊ ഉള്ള എല്ലാ ഒബ്സർവേഷൻസിന്റെ ആവറേജ് ആണ് മീൻ. മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ വാല്യൂ ആണ്. 5 ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും ഇടയിലുള്ളതാണ് മീൻ വാല്യൂ. 6 ഉണ്ടെങ്കിൽ 2 ആവറേജ്, ഏറ്റവും മിഡിലുള്ള 2 വാല്യൂസിന്റെ ആവറേജ് ആണ് മീഡിയൻ. മോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫ്രീക്വന്റ് വാല്യൂ ആണ്. അതായത് ഏറ്റവും ഇപ്പൊ 2, 4, 4, 6, 8 ഇതിലാണെങ്കിൽ ഇപ്പൊ 4 2 തവണ വരുന്നോണ്ട് അതാണ് മോഡ്. അപ്പൊ ഇങ്ങനെ നോക്കാം, ബേസിക് ആയിട്ട് പഠിച്ചാൽ മതി ഇത്. ഏറ്റവും ഓഫൻ ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദർ മീനിങ് ആൻഡ് ബെസ്റ്റ് യൂസ് കേസസ്. അപ്പൊ അവരെ മീനിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ മിഡിൽ വാല്യൂ അങ്ങനത്തെ കുറച്ച് പാരലൽ വാക്കുകൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ. ഇനി മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഒബ്സർവേഷൻ മൈനസ് ലോവസ്റ്റ് ഒബ്സർവേഷൻ ആണ്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സ് ആൻഡ് മിനിമം ഒബ്സർവേഷൻ. വേരിയൻസ് എന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് സ്ക്വയർ ഡീവിയേഷൻ. ഓക്കെ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് സ്ക്വയർ ഓഫ് വേരിയൻസ്. ഇത് വേറെ ഒരു രീതിയിലും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, കാരണം ഇതിനൊക്കെ ഫോർമുല വെച്ചിട്ട് ഇതാണ്. അഗൈൻ ഞാൻ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഇത് ആക്ച്വലി സിലബസ് ആയിട്ടില്ല, ബട്ട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതും ഉള്ളൊരു സാധനമാണ്. കാരണം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പാരാമെട്രിക് ടെസ്റ്റിന്റെ ഒരു അസംഷൻ ആണ്. അപ്പോ പാരാമെട്രിക് ടെസ്റ്റിന്റെ ഒരു അസംഷൻ ആയതുകൊണ്ട് ഇതൊക്കെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പൊ അങ്ങനെയാണ് നെറ്റിൽ കണ്ടുവരുന്നത്. ടോപ്പിക് ഉണ്ടെങ്കിലും ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിമെട്രിക്കൽ ബെൽ കർവ് ആണ്. അതായത് ഒരു കർവ് ആയിരിക്കും, നമ്മൾ ഗ്രാഫിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു കർവ് ആയിരിക്കും. അപ്പൊ അതിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ഒബ്സർവേഷനും അവസാനം ക്ലസ്റ്റർ ചെയ്യുന്നത് ഒരു ആവറേജ് ഉണ്ടാവും. അതായത് അറ്റത്തുള്ള 2 എക്സ്ട്രീം വാല്യൂസ് ഉണ്ടാവും, പക്ഷെ മിക്ക വാല്യൂസും വരുന്നത് എന്താ ഇടയിലായിരിക്കും. അപ്പൊ ആ കർവിന്റെ ആ നടുക്കായിരിക്കും ആ വാല്യൂസ് ഒക്കെ ക്ലസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ മീനും ഒരു പെർഫെക്റ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ്. അത് ഈ ഭാഗം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ് എന്നുള്ളത് ഒരു പെർഫെക്റ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷനില്. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഇസ് നോട്ട് സ്ക്യൂഡ്. ഇതിൽ മനസ്സിലാക്കേണ്ടത് SD എന്ന് ഇവിടെ പറയുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോ ഈ 68, 95%, 99.7% ഇത് ബേസ് ചെയ്ത് ലൈക്ക് ഇത് ഇതുപോലെ തന്നെ ഇതൊരു ഫാക്ട് ആണ്. 68% ഓഫ് ഡാറ്റ ±1 സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലായിരിക്കും. 95% ഓഫ് ഡാറ്റ വിത്തിൻ ±2 സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലായിരിക്കും. 99.7% ഡാറ്റ ±3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അത് ആ ഫാക്ട് അതുപോലെ തന്നെ പഠിക്കുക. എങ്ങനെ ഇതിന്റെ ക്വസ്റ്റ്യൻ വരാന്ന് എനിക്കറിയില്ല, പക്ഷെ വന്നാൽ ഡയറക്റ്റ് ഫാക്ട് ബേസ്ഡ് ആയിരിക്കും, അല്ലാണ്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവലോ അങ്ങനെ കാണിക്കാനായിട്ടോ ഒന്നുമില്ല. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് എൻ അസംഷൻ ഫോർ പാരാമെട്രിക് ടെസ്റ്റ്. പാരാമെട്രിക് ടെസ്റ്റ് നടക്കണമെങ്കിൽ തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വേണം എന്നുള്ളത് ഒരു വലിയൊരു അസംഷൻ ആണ്. ഓക്കെ, ഇത് വിഷ്വൽ ഫീച്ചേഴ്സ് ആണ് ബെൽ കർവിന്റെ. അപ്പോ നെറ്റിന്റെ ഇതിൽ ഓൺ ബേസ് നെറ്റ് ആകെ ഓർക്കേണ്ടത് ഒരു ടെസ്റ്റിന് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വേണമെങ്കിൽ ഇപ്പൊ ഒരു ടെസ്റ്റിന് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വേണം, പക്ഷെ ഡാറ്റ കിട്ടിയിരിക്കുന്നത് ഓർഡിനൽ ആണ്. അല്ലെങ്കിൽ ഡാറ്റ ഓർഡിനലിനെ പറ്റി നമ്മൾ നല്ല സംസാരിച്ചു, ഓർഡിനൽ ലെവൽസ് ഓഫ് മെഷർമെന്റ്. അപ്പൊ ഡാറ്റ അല്ലെങ്കിൽ സ്ക്യൂഡ് ആണ്. അങ്ങനത്തെ ഒരു കേസിലാകുമ്പോൾ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് ഈ പാരാമെട്രിക് നോൺ പാരാമെട്രിക് ടെസ്റ്റ് നോക്കാം. പാരാമെട്രിക് ടെസ്റ്റിന് അസംഷൻസ് ആണ്. അപ്പോ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് പോപ്പുലേഷൻ ആയിരിക്കണം. അപ്പൊ പോപ്പുലേഷൻ എത്ര നമ്മുടെ ഡാറ്റ എടുത്താലും അവസാനം ഓൾമോസ്റ്റ് എല്ലാ ഡാറ്റയും ഓൾമോസ്റ്റ് ഒരു റേഞ്ചിലേക്ക് വരണം. പിന്നെ ഹോമോജനിറ്റി, അപ്പോ
ഈക്വൽ വേരിയൻസ് ആയിരിക്കണം എല്ലാ ഗ്രൂപ്പ്സിലും, ഇൻഡിപെൻഡന്റ് ഒബ്സർവേഷൻസ് ആയിരിക്കണം. ഇതാണ് 3 അസംഷൻസ് ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഇല്ല. ജസ്റ്റ് എന്താണ് ഒരു ഡിഫറൻസ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. പാരാമെട്രിക് ടെസ്റ്റിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയാൻ പറ്റില്ല നോൺ പാരാമെട്രിക് ടെസ്റ്റ്. ഐ ഫീൽ ഇറ്റ്സ് പാരലൽ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ട് പാരാമെട്രിക് ടെസ്റ്റ് ചെയ്യാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ അതിന്റെ തന്നെ ഇക്വാലന്റ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ് യൂഷ്വലി ചെയ്തു വരുന്നത്. ഇതിന് വേണ്ടത് യൂഷ്വലി ഇന്റർവെൽ ഓർ റേഷ്യോ ലെവൽ ഡാറ്റയാണ്. അപ്പൊ ഇന്റർവെൽ ഓർ റേഷ്യോ ഡാറ്റ നമ്മൾ അതുകൊണ്ടാണ് ലെവൽസ് ഓഫ് മെഷർമെന്റ് ഇന്നലെ കവർ ചെയ്ത് ഇന്റർവെൽ ഡാറ്റയോ റേഷ്യോ ഡാറ്റയോ ആണ് ഈ ഒരു ഇതിന് ആവശ്യം. അതിനെ കണ്ടിന്യൂസ് ഡാറ്റ എന്നും പറയും. ഇന്റർവെൽ ഓർ റേഷ്യോനെ കണ്ടിന്യൂസ് ഡാറ്റ എന്നും പറയും. അപ്പൊ ഫസ്റ്റ് വൺ ടി ടെസ്റ്റ് ആണ്. അപ്പൊ 2 ഗ്രൂപ്പ്സിന്റെ മീൻസ് കാണാനാണ്. അപ്പൊ ഇന്റർവെൽ ഓർ റേഷ്യോ ആണ് യൂസ് ചെയ്യുന്ന മെഷർമെന്റ് ലെവല്. 2 ടൈപ്പ് ഉണ്ട്, ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് അല്ലെങ്കിൽ പെയർ ടി ടെസ്റ്റ്. ഇതിനൊക്കെ ഡിഫറൻസ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകാം. ജസ്റ്റ് ബേസിക് അറിഞ്ഞിരുന്നാൽ മതി നെറ്റ് ലെവലിന് വേണ്ടി. അടുത്തത് അനോവ. അനോവയില് 3 or more ഗ്രൂപ്പ്സ്. ടി ടെസ്റ്റ് 2 ഗ്രൂപ്പിന്റെ മീൻസ് കമ്പയർ ചെയ്യാനാണ്. അനോവ ആകുമ്പോൾ 3 or more ഗ്രൂപ്പ്സിന്റെ ആണ്. മോർ ദാൻ 2 ഗ്രൂപ്പ്സ് അതാവുമ്പോൾ അനോവ ആവും. അതിന് വേണ്ടത് ഇന്റർവെൽ ഓർ റേഷ്യോ ആണ്. അസ്യൂംസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതൊക്കെ നോർമലാ എല്ലാ പാരാമെട്രിക് ടെസ്റ്റിനും അങ്ങനെയാ. പിയർസൺസ് കോറിലേഷന്റെ പിയർസൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ് 6. അത് ആലോചിക്കുക. 6 എപ്പോഴും -1ന്റെ +1ന്റെ ഇടയ്ക്കായിരിക്കും. കോറിലേഷൻ നമ്മൾ ഇതിന് മുന്നേ കവർ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പ്രോപ്പർ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ ചോദിക്കും -0.95 റെപ്രസെന്റ്സ് വാട്ട് കോറിലേഷൻ. അപ്പൊ അത് പോസിറ്റീവ് ലീനിയർ കോറിലേഷൻ ആണോ നെഗറ്റീവ് കോറിലേഷൻ ആണോ? അപ്പൊ ആ വാല്യൂസ് ഒന്നും കൂടെ റിവൈസ് ചെയ്യുക ഇത് പഠിക്കുമ്പോൾ. ആ വാല്യൂസ്, കാരണം അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പൊ PYQ കണ്ടു. പിന്നെ ലീനിയർ റിഗ്രഷൻ. ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ നിന്ന് നമ്മളൊരു ഡിപെൻഡന്റ് വേരിയബിൾ പ്രഡിക്റ്റ് ചെയ്യാണ്. അതാണ് ലീനിയർ റിഗ്രഷൻ. ഇതൊക്കെ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് എന്താന്ന് വെച്ചാൽ അത്രയ്ക്ക് ആ ലെവലിലേ ചോദിക്കുന്നുള്ളൂ. അതായത് എന്റെ ജസ്റ്റ് മേ ബി ഡയറക്റ്റ് ഫങ്ഷൻ അല്ലെങ്കിൽ ഇപ്പൊ കോറിലേഷൻ പോലത്തെ സാധനങ്ങളാണെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ഫാക്ട്സ് അതിനെ പറ്റി -1 and +1ന്റെ ഇടയിലാണ്. അതിലിപ്പോ -1 to 0 നെഗറ്റീവ് കോറിലേഷൻ, 0 to +1 അപ്പൊ എന്താണ് ആ റേഞ്ച് എന്നാണ്. 0 എന്ന് പറയുന്നത് 0 കോറിലേഷൻ ആണ്. 0 to 1 +1ന്റെ ഇടയിലായിരിക്കും പോസിറ്റീവ് കോറിലേഷൻ. അപ്പൊ ആ ഒരു ഇതില്ലേ അതൊക്കെയാണ്. പിന്നെ റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കെ. അപ്പോ നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ നമ്മൾ നോമിനലും ഓർഡിനൽ ഡാറ്റയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാണ്. ഡസ് നോട്ട് അസ്യൂം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ അതിന്റെ ഓൾമോസ്റ്റ് പാരലൽ ആയിട്ട് വേണമെങ്കിൽ പറയാം. ടെസ്റ്റ് ദി അസോസിയേഷൻ ബിറ്റ്വീൻ കാറ്റഗറീസ്. അവിടെ നമ്മൾ മീൻസ് ആവറേജസ് അങ്ങനത്തെ വാക്കുകളാണ്. ഇവിടെ അസോസിയേഷൻ ആണ്. അപ്പോ അതിന് ഫസ്റ്റ് വൺ chi-square ടെസ്റ്റ് ആണ്. അപ്പൊ ഇത് ബിറ്റ്വീൻ കാറ്റഗറീസ് അസോസിയേഷൻ ടെസ്റ്റ് ചെയ്യാണ്. അതായത് റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ കോറിലേഷൻ നമ്മൾ റിലേഷൻഷിപ്പ് എന്ന വാക്ക് ഉപയോഗിക്കാം. ഇവിടെ റിലേഷൻഷിപ്പിന് പകരം യൂസ് ചെയ്യുന്ന വാക്കാണ് അസോസിയേഷൻ. രണ്ടും തമ്മിലുള്ള അസോസിയേഷൻ. അതൊരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾ. അപ്പൊ ഇതിൽ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് നോമിനൽ ഡാറ്റ ആണ്. chi-square ടെസ്റ്റിന് നമ്മൾ നോമിനൽ ഡാറ്റ വെച്ച, അപ്പൊ ജെൻഡർ, സ്മോക്കിംഗ്, അപ്പൊ അങ്ങനെ ഇപ്പൊ എക്സാമ്പിൾ ആണ് ജെൻഡറും സ്മോക്കിങ്ങും തമ്മിലുള്ള അസോസിയേഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് chi-square ടെസ്റ്റ് ആണ്. എന്തുകൊണ്ടാണ്? ജെൻഡർ നോമിനൽ ആയതുകൊണ്ടാണ്. പിന്നെ മാൻ വിറ്റ്നി യു ടെസ്റ്റ് 2 ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പ്സ് തമ്മിലുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരെണ്ണം ഓർഡിനൽ ഡാറ്റ ആയതുകൊണ്ടാണ് മാൻ വിറ്റ്നി യു ടെസ്റ്റ് നടത്തുന്നത്. നമുക്ക് പാരാമെട്രിക് ടെസ്റ്റ് നടത്തണമെങ്കിൽ ഒന്നെങ്കിൽ ഇന്റർവെൽ ആയിരിക്കണം അല്ലെങ്കിൽ റേഷ്യോ ആയിരിക്കണം. ഇതിലിപ്പോ ഓർഡിനൽ ഓർ സ്ക്യൂഡ് ഇന്റർവെൽ. ചില ഇന്റർവെൽ ഡാറ്റ സ്ക്യൂഡ് ആയിരിക്കും. നിങ്ങൾക്ക് ആക്ച്വലി പ്രോപ്പർ ഡാറ്റ ഒക്കെ തന്ന് ഏതാന്ന് കണ്ടുപിടിക്കാനായിട്ട് വരില്ല, ഇതുവരെ വന്നിട്ടില്ല. അപ്പോ ജസ്റ്റ് മാൻ വിറ്റ്നി യു ടെസ്റ്റ് നോൺ പാരാമെട്രിക് ആണ് എന്നുള്ളൊരു കാര്യം ഓർക്കുക. അതിന്റെ ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റിന്റെ ഓൾട്ടർനേറ്റീവ് ആണ് മാൻ വിറ്റ്നി യു ടെസ്റ്റ് എന്നുള്ളതും ആലോചിക്കുക. പിന്നെ ക്രുസ്കൽ-വാളിസ് H ടെസ്റ്റ്, ഇത് അനോവയുടെ പാരാമെട്രിക് നോൺ പാരാമെട്രിക് ഓൾട്ടർനേറ്റീവ് ആണ് ടു കമ്പയർ മോർ ദാൻ 2 ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പ്സ്. പിന്നെ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ P വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നതാണ്. സ്മോൾ ലെറ്റർ P വെച്ചിട്ട്
പിയർസൺസ് ആർ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ കോറിലേഷന്റെ നോൺ പാരാമെട്രിക് ഓൾട്ടർനേറ്റീവ് ആണ്. അപ്പോ ഈ മൂന്നെണ്ണം ഡയറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഉണ്ട്. കൈ സ്ക്വയറിന് മാത്രമാണ് ഡയറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഇല്ലാത്തത്. ഇനി കോറിലേഷൻ വേഴ്സസ് റിഗ്രഷൻ. കോറിലേഷൻ നമ്മൾ സംസാരിച്ചായിരുന്നു. അപ്പൊ ഒരു ലീനിയർ റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത്തും ഡയറക്ഷനും നോക്കാനാണ്, രണ്ട് വേരിയബിൾസിന്റെ സ്ട്രെങ്ത്തും ഡയറക്ഷനും നോക്കാനാണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ. പിയർസൺസ് ആറാണ് നമ്മൾ ഇന്റർവെൽ റേഷ്യോ ഡേറ്റയ്ക്ക് സ്പിയർമൻസ് ആർ. ഓക്കെ, പി വാല്യൂവിനെയാണ് നമ്മൾ ഓർഡിനൽ ഓർ റാങ്ക് ഡേറ്റയ്ക്ക് എടുക്കുന്നത്. -1 to +1 ആണ്. +1 ആണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ്, 0 ആണെങ്കിൽ നോ കോറിലേഷൻ, -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ്. ഇതിൽ ആലോചിക്കേണ്ടത് കോറിലേഷൻ ഡസ് നോട്ട് ഇംപ്ലൈ കോസേഷൻ എന്നുള്ളത്. കോറിലേഷൻ ഇസ് നോട്ട് ഈക്വൽ ടു കോസേഷൻ. അത് പിന്നെയും കുറെ സ്ഥലത്ത് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ കോറിലേഷൻ ഡസ് നോട്ട് ഈക്വൽ ടു കോസേഷൻ എന്നുള്ളൊരു കാര്യം ഓർക്കുക. ഇനി റിഗ്രഷൻ പ്രഡിക്ട്സ് ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ, അതായത് ഡിപെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂ പ്രഡിക്റ്റ് ചെയ്യാണ് ബേസ്ഡ് ഓൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇതിലാകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇഫ് ദ ക്വസ്റ്റ്യൻ മെൻഷൻസ് റിലേഷൻഷിപ്പ് തിക് കോറിലേഷൻ, ഇറ്റ് മെൻഷൻസ് പ്രഡിക്റ്റ്, ഇൻഫ്ലുവൻസ്, എഫക്ട്, ഇമ്പാക്ട്, അങ്ങനെയാണെങ്കിൽ റിഗ്രഷൻ. ഇവര് രണ്ടുപേരും തമ്മിൽ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്കുകളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടേബിൾ ആണ്. ഹൈപ്പോത്തിസിസിലെ വാക്കുകൾ, ഇപ്പൊ ഡിഫറൻസ് എന്നുള്ള വാക്ക് വരുമ്പോൾ യൂഷ്വലി ടി ടെസ്റ്റ്, അനോവ, പിന്നെ അനോവയുടെ ക്ലൂസ്കൽ വാല്യൂസ് അനോവയുടെ പാരലൽ ആയതുകൊണ്ട് അപ്പൊ നിങ്ങൾ ലെവൽ ഓഫ് മെഷർമെന്റ് ഏതാണെന്നും ഏതാണ് ഹൈപ്പോത്തിസിന്റെ വാക്ക് വരാൻ ചാൻസ് ഉള്ളത്, ഇതൊക്കെ ടെസ്റ്റ് ആണെന്നും ഒക്കെ ലിങ്ക് ചെയ്തിട്ടാണ്. അപ്പൊ അസോസിയേഷൻ എന്ന് വന്ന ആകെ കൈ സ്ക്വയറിന് മാത്രമേ അസോസിയേഷൻ എന്നുള്ള വാക്ക് വരുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ, ഹൈപ്പോത്തിസിസ് നമ്മൾ എഴുതുമ്പോഴും നമ്മൾ ആദ്യം നോക്കേണ്ടത് ടൈപ്പ്, ലെവൽ ഓഫ് മെഷർമെന്റ്, വേരിയബിളിന്റെ ലെവൽ ഓഫ് മെഷർമെന്റ് എന്താണ്, അത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ടെസ്റ്റ് ടൈപ്പ് ഉപയോഗിക്കാന്ന് വെക്കാം. എന്ത് ടെസ്റ്റ് ടൈപ്പ് ആണെന്ന് അറിഞ്ഞാല് നമുക്ക് എന്ത് വാക്ക് ഹൈപ്പോത്തിസിസിൽ ഉപയോഗിക്കണം എന്ന് അറിയുള്ളൂ. അപ്പൊ ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. മാച്ച് ദ ഫോളോയിങ് നല്ലൊരു ചാൻസും അല്ലെങ്കിൽ നല്ലൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഇതൊക്കെ ലിങ്ക് ചെയ്തിട്ടാണ്. അതിനു വേണ്ടി ഒരു ടേബിൾ ആണിത്. റിലേഷൻഷിപ്പ് എന്ന് വരുന്നത് എപ്പോഴും കോറിലേഷൻ ആയിരിക്കും. പ്രഡിക്ഷൻ എന്നൊക്കെ വരുന്നത് റിഗ്രഷൻ ആയിരിക്കും. റിലേഷൻസ് എന്ന് മാത്രമല്ല കോറിലേഷൻ എന്ന് പറഞ്ഞിട്ടായാലും വരാം. അപ്പോ ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ്ങിന് ഹെൽപ്ഫുൾ ആയ ഒരു ടേബിൾ ആണ്. ഇനി ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. ബേസിക്കലി ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യാണ് നമ്മൾ. യൂഷ്വലി ടേബിൾസ്, ഗ്രാഫ്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഔട്ട്പുട്ട്സ് ഒക്കെ കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് ഇന്റർപ്രറ്റ് ചെയ്യാണ്. റീസണിങ്, അസർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് ബേസ്ഡ് എന്തെങ്കിലും തന്നിട്ട് ഒരു സിറ്റുവേഷൻ തന്നിട്ട് അതിനെ ബേസ് ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെ വരാൻ ചാൻസ് ഉള്ളൂ ഡാറ്റ ഇന്റർപ്രിട്ടേഷന്. കാരണം DI വേറെ, ടോട്ടലി വേറെ ഒരു നമുക്കൊരു യൂണിറ്റ് ഉള്ളതുകൊണ്ട് ഇതിന്റെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഭയങ്കര ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഇല്ല. അത് അങ്ങനെ DI ഒരു ഫുൾ ഇതുള്ളതുണ്ട്. വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റയിൽ വരുന്നതാണ് ബാർ ചാർട്ട്, ലൈൻ ഗ്രാഫ്, പൈ ചാർട്ട്, ഹിസ്റ്റോഗ്രാം. ഇത് എന്താണ് ഇതിന്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് മാത്രം നോക്കുക. ബാർ ഗ്രാഫ് ആകുമ്പോൾ കാറ്റഗറീസ് കമ്പയർ ചെയ്യാൻ, ലൈൻ ഗ്രാഫ് ആകുമ്പോൾ ട്രെൻഡ്സ് കാണിക്കാൻ. ലൈൻ ഗ്രാഫ് കണ്ടിട്ടുണ്ടാവണം. ഒരു ലൈൻ വെച്ചിട്ട് നമ്മൾ നമ്മുടെ വാല്യൂസ് ആദ്യം മാർക്ക് ചെയ്യാൻ, എന്നിട്ട് ലൈൻസ് വെച്ച് കണക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ട്രെൻഡ്സ് കാണിക്കുകയാണ് ഓവർ ടൈം. പൈ ചാർട്ട് അറിയാലോ, പൈ പോലെ ഇരിക്കും. അതിനനുസരിച്ച് ഏറ്റവും എളുപ്പ വഴിയാണ് ഡാറ്റ റെപ്രസെന്റ് ചെയ്യാനുള്ളത്. ഹിസ്റ്റോഗ്രാം ആണെങ്കിൽ കണ്ടിന്യൂസ് ഡാറ്റ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് റിപ്പോർട്ട്. ബേസിക്കലി ഇതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു റിസർച്ചിന്റെ. അപ്പൊ നമുക്ക് റിസർച്ച് റിപ്പോർട്ട് പ്രസന്റ് ചെയ്യാനാണ്. ഇത് തന്നെയാണ് നമ്മൾ ഇതിന് മുന്നേ കവർ ചെയ്തുള്ള തീസിസ് റൈറ്റിംഗ്, ആർട്ടിക്കൽ റൈറ്റിംഗ്, അതിന്റെ ഒക്കെ തീസിസ് റൈറ്റിംഗിന്റെ ഒരു ഫോർമാറ്റ് ആണ് ഇൻ ജനറൽ റിസർച്ച് റിപ്പോർട്ടും ഫോളോ ചെയ്യുന്നത്. അപ്പോ അതിലും വേണ്ടത് ക്ലാരിറ്റി, സിംപ്ലിസിറ്റി, ലോജിക്കൽ ഫ്ലോ, ഒബ്ജക്ടിവിറ്റി, പ്രോപ്പർ സൈറ്റേഷൻസ്, വിഷ്വൽ എയ്ഡ്സ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം നമ്മളെപ്പോഴും റിസർച്ച് റിപ്പോർട്ടിൽ. അപ്പോ പ്രിലിമിനറി പേജസിലെ ടൈറ്റിൽ പേജ്, അക്നോളജ്മെന്റ്, സമ്മറി, അബ്സ്ട്രാക്ട്, ടേബിൾ ഓഫ് കണ്ടന്റ്സ്, ലിസ്റ്റ് ഓഫ് ടേബിൾസ് വരും. മെയിൻ ബോഡിയിലെ ഇന്റർവ്യൂ,
റിവ്യൂ ഓഫ് ലിറ്റർ ഇല്ല ഇന്റർവ്യൂ ഇൻട്രൊഡക്ഷൻ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, മെത്തഡോളജി, റിസൾട്ട്സ്, ഡിസ്കഷൻ, കൺക്ലൂഷൻ. ഈ ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്, റിവൈസ് ചെയ്യുക എപ്പോഴും. പിന്നെ അവസാനം റെഫറൻസസ് ആൻഡ് ബിബ്ലിയോഗ്രഫി. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇന്നലെ പഠിച്ച ടോപ്പിക്കും ആണ് നമ്മൾ ഇത് കവർ ചെയ്യുന്ന ബിബ്ലിയോഗ്രഫി അല്ലെങ്കിൽ റെഫറൻസസിനെ പറ്റി. അപ്പൊ അതും ഈ ടോപ്പിക്കും ഒരുമിച്ച് അവർക്ക് കണക്ട് ചെയ്ത് ചോദിക്കാം. അതുപോലെ അപ്പൻഡൈസിസിൽ നമ്മൾ ക്വസ്റ്റ്യനേഴ്സ്, റോ ഡാറ്റ അല്ലെങ്കിൽ നമ്മളെ കൺസെന്റ് ഫോം, IRB അപ്രൂവല്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പൊ ഇതെല്ലാം ഇത്രയും മനസ്സിലാക്കാൻ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ സാധനവും കണക്റ്റഡ് ആണ്. അപ്പൊ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെ വേണമെങ്കിലും അത് ചോദിക്കാം. ഇതാണ് ഈ ടോപ്പിക്കിന്റെ അവസാനം. നമുക്ക് ഇനി കവർ ചെയ്യാനുള്ള ടോപ്പിക്കാണ് ICT എത്തിക്സും 830. ഓക്കെ, സോ നമുക്കത് സമാധാനമായി കവർ ചെയ്യാം. ICT എത്തിക്സും. അപ്പൊ ആപ്ലിക്കേഷൻ ഓഫ് ICT ഇൻ റിസർച്ച്, അതാണ് ഫസ്റ്റ്. കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, പക്ഷെ ഭയങ്കര ബ്രീഫ് ആയിട്ടാണ് ഈ ടോപ്പിക്സ് എല്ലാം ഉള്ളത്. ഇതിന്ന് ഇൻഡെപ്ത് പോവാനായിട്ടില്ല, കാരണം ICTയിലും എത്തിക്സിലും കുറെ കൂടെ മഗപ്പ് ചെയ്യാനുള്ള സാധനങ്ങളാണ്, അല്ലെങ്കിൽ കുറെ കൂടെ നിങ്ങളായിട്ട് ഓർത്തിരിക്കേണ്ട സാധനങ്ങളാണ്. ജസ്റ്റ് സ്ട്രേറ്റ് അപ്പ് ഇൻഫർമേഷൻ ആണ്. അതായത് ഭയങ്കരമായിട്ട് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് പിന്നെ അപ്ലൈ ചെയ്യാനോ ഉള്ള ടൈപ്പ് ഒന്നും അല്ല. ICTയിലെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നിലവിലുള്ളത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ICTന്റെ ഫുൾ ഫോം തന്നെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആണ്. ഏറ്റവും ബേസിസ് ആണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആണ് ICT എന്ന് പറയുന്നത്. ചിലപ്പോൾ 4 ഓപ്ഷനിൽ ഓരോരോ വാക്കുകൾ തന്നിട്ട് ഏതാണ് ശരിക്കുള്ള ICT ഡെഫിനിഷൻ എന്ന് ചോദിക്കാം. അപ്പൊ ഇതിനെ നമ്മൾ ബേസിക്കലി ICT എന്താന്ന് വെച്ചാൽ നമ്മൾ ടെലികമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടിംഗ്, ഡേറ്റ മാനേജ്മെന്റ്, അനാലിസിസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ്, അങ്ങനെ എല്ലാം ICTയിൽ വരും. അപ്പൊ നമ്മുടെ റിസർച്ചിന്റെ ആക്സസിബിലിറ്റി, ആക്യുറസി, സ്പീഡ്, എഫിഷ്യൻസി, പണ്ടത്തെ പോലെ ബുക്സ് മാത്രം നോക്കിയോ അല്ലെങ്കിൽ പ്രിന്റ് എടുത്ത് നോക്കി മാർക്ക് ചെയ്ത് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ എല്ലാത്തിനും സോഫ്റ്റ്വെയർസ്, എല്ലാത്തിനും വെബ്സൈറ്റ്സ്, എല്ലാത്തിനും ആക്സസിബിലിറ്റി തരാൻ കൂട്ടാനുള്ള ടൂൾസ് ഉണ്ട്. അപ്പൊ വൈഡ്ലി അപ്ലൈഡ് അക്രോസ് ഡിസിപ്ലിൻസ്, എല്ലാ ഡിസിപ്ലിനിലും അതിൻ്റെതായ രീതിയിൽ ICT ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വേരിയസ് സ്റ്റേജസ് ഓഫ് റിസർച്ചിൽ എങ്ങനെയാണ് ICT യൂസ് ചെയ്യുന്നത്? ലിറ്ററേച്ചർ റിവ്യൂ ആകുമ്പോൾ ഓൺലൈൻ ഡാറ്റാബേസസ്, ജേർണൽസ്, ഡിജിറ്റൽ ലൈബ്രറീസ്. ഇപ്പൊ ലിറ്ററേച്ചർ റിവ്യൂവിന് അത് മാത്രമല്ല AI ടൂൾസ് ഉണ്ട്. എത്തിക്കലി ഇതെല്ലാം ഇതിൽ നിന്ന് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്ത് അതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് വായിക്കാൻ, അതിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ. അഗൈൻ AIന്റെ ലിമിറ്റ് അല്ലെങ്കിൽ എത്തിക്സിന്റെ ലിമിറ്റ് ഉണ്ട്. അത് പക്ഷെ ഇതുവരെ ക്ലിയർലി ഡിഫൈൻഡ് അല്ല. അപ്പോ അതിന് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുമോന്ന് എനിക്കറിയില്ല, പക്ഷെ അതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ. ലിറ്ററേച്ചർ റിവ്യൂവിനായിട്ട് സോഫ്റ്റ്വെയർസും ടൂൾസും ഉണ്ട്. ഇപ്പോൾ സോഫ്റ്റ്വെയർ ആയിട്ടില്ല, ജസ്റ്റ് വെബ്സൈറ്റ്സിലെ AIs ഒക്കെ അവൈലബിൾ ആണ്. ഡാറ്റ കളക്ഷൻ, ഓൺലൈൻ സർവീസ്, ഇപ്പോൾ ഗൂഗിൾ ഫോംസ്, സർവേ മങ്കിയിലൂടെ ഒക്കെ ഇപ്പൊ ഡാറ്റ കളക്ഷൻ നടക്കുന്നുണ്ട്. മൊബൈൽ ആപ്സിലൂടെ ഡാറ്റ കളക്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഡാറ്റ അനാലിസിസ്, ക്വാണ്ടിറ്റേറ്റീവ് ആവുമ്പോൾ SPSS, R, സ്റ്റാറ്റ, ജാമോവി അങ്ങനത്തെ സോഫ്റ്റ്വെയർസ്. ക്വാളിറ്റേറ്റീവ് ആവുമ്പോൾ NVivo, Atlas TI. അപ്പോൾ അതൊക്കെയാണ് സോഫ്റ്റ്വെയർസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊക്കെ ICTയിൽ പെടുന്നതാണ്. പിന്നെ റിപ്പോർട്ട് റൈറ്റിംഗ് ആൻഡ് ഡിസെമിനേഷൻ, അപ്പൊ വേർഡ് പ്രോസസ്സേഴ്സ്, റെഫറൻസിങ് ടൂൾസ്, റെഫറൻസ് മാനേജർ, ഓൺലൈൻ ജേർണൽസ്, ഡാറ്റാബേസസ്, അതൊക്കെ ഈ റിപ്പോർട്ട് റൈറ്റിംഗ് ആൻഡ് ഡിസെമിനേഷൻ സ്റ്റേജിൽ യൂസ് ചെയ്യുന്ന ICT ആണ്. അപ്പൊ ഇതില് മാച്ചിങ് സീക്വൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അപ്പൊ എല്ലാത്തിനും എക്സാമ്പിൾസ് ഉണ്ട്, ടൂൾസും എക്സാമ്പിൾസും ഉണ്ട്. അപ്പൊ അത് മാച്ച് ചെയ്യാൻ വേണ്ടി മേ ബി ക്വസ്റ്റ്യൻസ് വരാം. അടുത്തത് റിസർച്ചിൽ ഉപയോഗിക്കുന്ന ടൂൾസ്. അപ്പൊ റെഫറൻസ് മാനേജ്മെന്റിന് വേണ്ടി മെന്റലി, സൊട്ടേറോ, എൻനോട്ട്. റെഫറൻസ് മാനേജ്മെന്റ് മെന്റലി ഒരു ക്വസ്റ്റ്യൻ പ്രാവശ്യം ഉണ്ടായി. പിന്നെ പ്ലേജറിസം ഡിറ്റക്ഷന് ടെർനെറ്റിൻ, ഉർക്കുണ്ട് ആക്ച്വലി UGC അപ്രൂവ്ഡ് സോഫ്റ്റ്വെയർ ആണ് പ്ലേജറിസം ഡിറ്റക്ഷന്. ടെർനെറ്റിനും ആണ്, പക്ഷെ ഉർക്കുണ്ടാണ് പ്രിഫേർഡ്. അപ്പോ അഗൈൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് പിടിച്ച് ഇപ്പോ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഇന്ത്യ എന്നുള്ളൊരു നോഷൻ ഇപ്പോ നമ്മുടെ പേപ്പേഴ്സിലൊക്കെ കണ്ടു തുടങ്ങി. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ടെർനെറ്റിനേക്കാളും പ്രിഫേർഡ് ആൻസർ ഉൾക്കൊണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് SPSS, സ്റ്റാറ്റ, R,
പിന്നെ ജാമോവി, പിന്നെ നമ്മൾ പറഞ്ഞ അറ്റ്ലസ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് ജാമോവിയും കൂടെ അലച്ചാൽ മതി. ഡാറ്റ വിഷ്വലൈസേഷൻ ടാബ്ലോ, ഓസ് വ്യൂവർ, എക്സൽ. ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ടേബിൾസ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഓസ് വ്യൂവറിലൊക്കെ നമ്മൾ മോസ്റ്റ്ലി ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കുറേ ഡാറ്റ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറെ പേപ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ റിലേറ്റഡ്, അപ്പം ഭയങ്കര ഒരു ഡയഗ്രാംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അതിന്റെ എത്ര പേപ്പേഴ്സ് ഇതിൽ കോൺസെൻട്രേറ്റഡ് ആണ് അല്ലെങ്കിൽ എപ്പോഴാണ് പബ്ലിഷ് അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടി ഓസിയർ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പോ കൊളാബറേറ്റീവ് റൈറ്റിംഗ് ഗൂഗിൾ ഡോക്സ്, ഓവർലീഫ് അങ്ങനത്തെ സോഫ്റ്റ്വെയർ ടൂൾസ്. ഞാൻ പറഞ്ഞല്ലോ ICT മൊത്തത്തില് ഒരു മഗ്ഗപ്പ് സാധനമാണ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ ഏത് എന്താണെന്ന് ഉള്ള മനസ്സിൽ മഗ്ഗപ്പ് ചെയ്തില്ലെങ്കിൽ ഏത് എന്താണെന്നുള്ള ഒരു കണക്ഷൻ വരുത്താനുള്ള അത്രയും നിങ്ങൾ മെമ്മറൈസ് ചെയ്യേണ്ടി വരും. പിന്നെ ആക്സസിങ് ഓൺലൈൻ റിസർച്ച് ഡാറ്റാബേസ് ആൻഡ് റീസോഴ്സസ്. ബിബ്ലിയോഗ്രാഫിക് ഡാറ്റാബേസസ് ആണ് സ്കോപ്പസ്, വെബ് ഓഫ് സയൻസ്, പബ്മെഡ്. ഫുൾ ടെക്സ്റ്റ് റിസോഴ്സിന് JSTOR, IE എക്സ്പ്ലോറർ, സയൻസ് ഡയറക്റ്റ്. ഓപ്പൺ ആക്സസ് ആണെങ്കിൽ ശോധഗംഗ, SSRN, റിസർച്ച് ഗേറ്റ്, NDLI. ശോധഗംഗ റിലേറ്റഡ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അഗൈൻ ഇന്ത്യൻ ബേസ്ഡ് ആണ്, തീസിസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ശോധഗംഗയിലേക്കാണ്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഇന്ത്യൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കുറച്ച് അധികം വരുന്നതുകൊണ്ട് ശോധഗംഗ എന്നുള്ള ഓപ്പൺ ആക്സസ് റെപ്പോസിറ്ററിനെ കുറിച്ച് അല്ലെങ്കിൽ ഡാറ്റാബേസിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് വെക്കുക. അതാണ് റിലേറ്റഡ് എന്നുള്ളത്. ബാക്കിയെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴും ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലും കൂടെ ഏതാണ് എക്സാമ്പിൾ എന്ന് നോക്കി വെക്കുക. പിന്നെ യൂസ് ഓഫ് ഇന്റർനെറ്റ് ആൻഡ് വെബ് റീസോഴ്സസ്. അപ്പൊ ഈ ജേർണൽസ്, ഈ ബുക്സ്, ലിബ്നെറ്റ് ആൻഡ് NDLI. സ്വയത്തിലാണ് മൂവ് പ്ലാറ്റ്ഫോംസ് എന്ന് പറയും, MOOC മൂവ് പ്ലാറ്റ്ഫോംസ്. അപ്പൊ സ്വയം, NPTEL, കോഴ്സെറ, എഡെക്സിലൊക്കെ ഫ്രീ കോഴ്സസ് ഉണ്ട്. ഓപ്പൺ ആക്സസ് പഠിക്കാൻ വേണ്ടിയുള്ള കോഴ്സസ് ഒക്കെ വരുന്നത് സ്വയം, NPTEL ഒക്കെയാണ്. അപ്പോ അഗൈൻ ഇന്ത്യൻ ബേസ്ഡ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻസ് വരാനുള്ള ഹൈ പ്രോബിലിറ്റി ഉണ്ട്. ഈ കണ്ടന്റ് ടൂൾസ്, ബ്ലോഗ്സ്, വിക്കീസ്, പോഡ്കാസ്റ്റ്, സെമിനാർസ്, അക്കാഡമിക് സെർച്ച് എൻജിൻസ്. ഗൂഗിൾ സ്കോളർ ഒക്കെ അക്കാഡമിക് സെർച്ച് എഞ്ചിൻ ആണ്, പക്ഷെ അക്കാഡമിക് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളത്. അപ്പോ ഇത് മൂന്നെണ്ണം ആലോചിച്ച് വെക്കുക. ഇത് ഹൈ പ്രോബിലിറ്റി ആണ്, അറ്റ്ലീസ്റ്റ് ഓപ്ഷൻസിലെങ്കിലും അപ്പിയർ ചെയ്യാൻ. അതുകൊണ്ട് എന്താണ് ഏത് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഡിജിറ്റൽ ലൈബ്രറീസ്, ശോധഗംഗ ഇന്ത്യൻ തീസിസ് റെപ്പോസിറ്ററി ആണ്. ഫ്ലിബ്നെറ്റ് ഈ റിസോഴ്സസ് ഫോർ ഇന്ത്യൻ അക്കാഡമിയ. അത് മൂന്നും ഹൈലൈറ്റ് ചെയ്ത് തന്നെ ഇന്ത്യൻ ഒരു ഇതാണ് ആയതുകൊണ്ടാണ്. NDLI എന്ന് പറയുന്നത് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ ആണ്. അത് മൾട്ടി ഡിസിപ്ലിനറി കണ്ടന്റ് ആണ്, ഇന്ത്യൻ ബേസ്ഡ് ആണ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ റെപ്പോസിറ്ററീസ്, എല്ലാ യൂണിവേഴ്സിറ്റിക്കും അതിൻ്റെതായ ഡിജിറ്റൽ ആർക്കൈവുകൾ ഉണ്ടാവും. ഇപ്പൊ എന്റെ യൂണിവേഴ്സിറ്റിക്ക് എന്റേതായ ഇതുണ്ട്. അപ്പൊ ഈ മൂന്നെണ്ണം എസ്പെഷ്യലി നോട്ട് ചെയ്യുക ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലായതുകൊണ്ട്. ഓക്കെ. പിന്നെ ഓപ്പൺ എഡ്യൂക്കേഷണൽ റീസോഴ്സസും ഓപ്പൺ ആക്സസ് ജേർണൽസും. അപ്പൊ OER-ഉം OAG-യും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ OER എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്. പിന്നെ റീയൂസ്, റീമിക്സ് ഓഫ് എന്ത് എഡ്യൂക്കേഷണൽ റിസോഴ്സസ് വന്നാലും അത് റീയൂസ് ചെയ്യാനോ റീമിക്സ് ചെയ്യാനോ, അതായത് നമ്മുടെ മോഡിഫിക്കേഷൻസ് വരുത്താനോ അലൗഡ് ആണ്. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് OER കോമൺസ്, MIT ഓപ്പൺ കോഴ്സ് വെയർ. ഓപ്പൺ ആക്സസ് എന്ന് പറഞ്ഞാൽ റീഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓപ്പൺ ആക്സസ് ജേർണൽ ഉണ്ട് അല്ലെങ്കിൽ ഓപ്പൺ ആക്സസ് ആർട്ടിക്കിൾ ഉണ്ട്, അത് നമുക്ക് വായിക്കാം ഫ്രീ ആയിട്ട്. പക്ഷെ അതിൽ മോഡിഫിക്കേഷൻ വരുത്തലോ അല്ലെങ്കിൽ അത് റീയൂസ് ചെയ്യലോ അപ്പൊ കോപ്പിറൈറ്റ് ക്ലെയിം വരും. നമുക്ക് വായിക്കാനും നമുക്കത് ആക്സസ് ചെയ്യാനും പ്രോപ്പറായി സൈറ്റ് ചെയ്ത് ഉപയോഗിക്കാനൊക്കെ ഓപ്പൺ ആക്സസ് ജേർണൽസിൽ പറ്റും. ഓപ്പൺ എഡ്യൂക്കേഷണൽ റിസോഴ്സ് ആകുമ്പോൾ നമുക്കത് മോഡിഫൈ ചെയ്യും. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ OER ഇസ് നോട്ട് ഈക്വൽ ടു ഓപ്പൺ ആക്സസ്, ആ ഒരു കാര്യം ഓർക്കുക. അതിന്റെ ഓപ്പൺ ആക്സസിന്റെ എക്സാമ്പിൾസ് ആണ് DOAJ, PLOS, ArcSyb. ഇതൊക്കെ പേരായിട്ട് തന്നെ നിങ്ങൾ ഓർക്കുക എന്തിന്റെ എക്സാമ്പിൾ ആണെന്നുള്ളത്. പിന്നെ വെർച്വൽ റിസർച്ച് എൻവയറമെന്റ്, ക്ലൗഡ് ബേസ്ഡ് സ്റ്റോറേജ്, കൊളാബറേറ്റീവ് റൈറ്റിംഗ്, സൂം. ഓക്കെ, ഇത് അഗൈൻ വരാൻ ചാൻസ് ഇല്ല കാരണം ഭയങ്കര ഓബ്വിയസ് ആയതുകൊണ്ട്. OER, OAJ പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡിജിറ്റൽ റിസർച്ച് മെട്രിക്സ് ഫ്രീക്വന്റ് ആയിട്ട് MCQ വരുന്ന ഒരു ടോപ്പിക് ആണ്. ഇപ്പൊ H-index ആണ്. ഇപ്പോ ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് H-index കൺസിഡർ ചെയ്യുന്നൊന്നുമില്ല. ശരിക്കും പ്രൊഫസർമാർക്കൊക്കെ
അബ്രോഡൊക്കെ നമുക്ക് ഇപ്പൊ പോസ്റ്റ് ഡോക്കിനൊക്കെ അപ്ലൈ ചെയ്യുന്നെങ്കിൽ നമ്മുടെ എച്ച് ഇൻഡെക്സ് ആണ് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പ്രൊഫസറായി കയറണമെങ്കിൽ അബ്രോഡ് നമ്മുടെ എച്ച് ഇൻഡെക്സ് നോക്കും. പ്രൊമോഷൻ എലിജിബിൾ ആവുന്നെങ്കിൽ വരെ ഒരു സർട്ടൻ ലെവൽ ഓഫ് എച്ച് ഇൻഡെക്സ് കഴിയാതെ നമുക്ക് അസോസിയേറ്റ് പ്രൊഫസറായിട്ട് അസിസ്റ്റന്റിന് അസോസിയേറ്റ് ആവാൻ പറ്റില്ല. അങ്ങനെയാണ് ബാക്കി രാജ്യങ്ങളിൽ അവര് ക്വാളിറ്റി റിസർച്ച് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ എച്ച് ഇൻഡെക്സ് എന്ന് പറയുന്ന റിസർച്ച് ഇമ്പാക്ട് ആണ്. അതായത് ഒരു ഓതർ എഴുതിയിരിക്കുന്ന പേപ്പേഴ്സിന് കിട്ടുന്ന സൈറ്റേഷൻസിനെ ബേസ് ചെയ്താണ് നമ്മുടെ എച്ച് ഇൻഡെക്സ് കൂടുന്നത്. പിന്നെ I10 ഇൻഡെക്സ്, ആർട്ടിക്കിൾസ് വിത്ത് മോർ ദാൻ 10 സൈറ്റേഷൻസിന് I10 ഇൻഡെക്സ് കൂടും. ഇമ്പാക്ട് ഫാക്ടർ എപ്പോഴും ജേർണലിലെ ക്വാളിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആവറേജ് സൈറ്റേഷൻസ് പെർ ആർട്ടിക്കിൾ വെച്ചിട്ടാണ്. ഇന്ന് ഞാനൊരു ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിന്റെ. അതിലപ്പോ അവർ പറയുന്നു ചില ഫീൽഡിൽ ഇപ്പോ ഒരു ജേർണലൊക്കെ എടുത്തു നോക്കി നല്ല ഹൈ ഇമ്പാക്ട് ഫാക്ടർ ആയിരിക്കും. ഇപ്പൊ ആഫ്രിക്കൻ സ്റ്റഡീസിന്റെ ഒരു ജേർണൽ എടുത്തു നോക്കിയാൽ അതിന് ഇമ്പാക്ട് ഫാക്ടർ ഭയങ്കര ലോ ആയിരിക്കും. പക്ഷെ എന്താന്ന് വെച്ചാൽ കൂടുതൽ റിസർച്ച് ഇപ്പോഴും വേൾഡിൽ നടക്കുന്നത് സയൻസ് ഫീൽഡിലാണ്. സോഷ്യൽ സയൻസസ് ഫീൽഡിൽ, ഇപ്പോ ഹ്യൂമാനിറ്റീസ് ഫീൽഡിലൊക്കെ കമ്പയർ ടു ദാറ്റ് ഭയങ്കര കുറവ്. അതിന്റെ ഒരു 10% നടക്കുന്നുള്ളൂ. അതിൽ നിന്നൊരു വളരെ കുറച്ച് ശതമാനമേ അത് പബ്ലിഷ് ചെയ്യുന്നുള്ളൂ നല്ല ലെവൽ ജേർണൽസിൽ, അപ്പൊ ഓക്സ്ഫോർഡ് ലെവൽ ജേർണൽസിലൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഇമ്പാക്ട് ഫാക്ടർ കുറവ്. അപ്പൊ എത്ര ആർട്ടിക്കിൾ ഉണ്ട് എന്നുള്ള ഒരു കൺസിഡറേഷനും ഇമ്പാക്ട് ഫാക്ടറിലേക്ക് വരുന്നു. പിന്നെ ഓൾ മെട്രിക്സ്, അതായത് സോഷ്യൽ മീഡിയ ഇമ്പാക്ട് മെൻഷൻസ് ഒക്കെ ഓൾ മെട്രിക്സിൽ വരും. വെബോമെട്രിക്സ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വിസിബിലിറ്റി ആണ്. ഫസ്റ്റ് 3 യൂഷ്വലി ഒരു MCQ എന്നുള്ള രീതിയിൽ വരുന്നത്. ബാക്കി 2 ഇപ്പൊ മേ ബി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് ഞാൻ ഓൾട്ട് മെട്രിക്സും വെബോമെട്രിക്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. എത്തിക്കൽ യൂസ് ഓഫ് ICT, നമ്മളിപ്പോ ഇനി അടുത്ത ടോപ്പിക് എത്തിക്സ് ആണ്. പക്ഷെ നമ്മൾ അതിന് മുന്നേ തന്നെ ഇത് രണ്ടും കൊളാബറേറ്റ് ചെയ്യണം, കാരണം അസോസിയേറ്റഡ് ആണ്. അപ്പൊ ICT പ്ലസ് എത്തിക്സ് ക്രോസ് ഓവർ ഒരു പുതിയ UGC ട്രെൻഡ് ആണ്. ബേസിക്കലി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് റെസ്പെക്ട് ചെയ്യുക, കോപ്പി റൈറ്റ്സ് ലൈസൻസസ് ഒക്കെ ചെക്ക് ചെയ്ത്, ഇവൻ നമ്മൾ എടുക്കുന്ന സ്കെയില് നമ്മൾ വേറൊരാൾ എടുക്കുന്ന സ്റ്റാൻഡേർഡ് സ്കെയിലാണ്, അത് ഓപ്പൺ ആക്സസ് ആണോ, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കേണ്ടതാണോ, അല്ലെങ്കിൽ അവർക്ക് അത് റിക്വസ്റ്റ് ചെയ്ത് പെർമിഷൻ വെച്ച് വാങ്ങിച്ച് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണോ, എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, വേറൊരാളുടെ പ്രോപ്പർട്ടി അവർ കഷ്ടപ്പെട്ട് എഴുതിയിരിക്കുന്ന പേപ്പറുകൾ അതൊക്കെ റെസ്പെക്ട് ചെയ്യാം. ഡാറ്റ സെക്യൂരിറ്റി, പാർട്ടിസിപ്പന്റ് കോൺഫിഡൻഷ്യാലിറ്റി അത് പ്രോപ്പറായി ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഡാറ്റ ഇപ്പോ ഗൂഗിൾ ഫോമിലൂടെ കളക്ട് ചെയ്യുന്നത്, അപ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, അതൊരു ലോക്ക്ഡ് ഫയലിൽ ഇടുന്നത്, അതൊക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെ ഡിജിറ്റൽ കണ്ടന്റ് സോഴ്സസ് പ്രോപ്പർലി അക്നോളജ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു AI ടൂൾ ഉപയോഗിച്ചാലും അല്ലെങ്കിൽ ഡിജിറ്റൽ കണ്ടന്റ് ഉപയോഗിച്ചാലും എവിടെന്നെങ്കിലും എടുത്തതാണെങ്കിലും അതൊക്കെ പ്രോപ്പർലി അക്നോളജ് ചെയ്ത് സൈറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ പൈറസിയും ഡാറ്റ മാനിപ്പുലേഷൻ അവോയ്ഡ് ചെയ്യുക. പൈറസി നടക്കുന്നത് മോസ്റ്റ്ലി ഇപ്പോൾ ചില സോഫ്റ്റ്വെയറുകൾ, അതായത് SPSS പോലത്തെ സോഫ്റ്റ്വെയർ ചില യൂണിവേഴ്സിറ്റീസിൽ അവൈലബിൾ അല്ല. കാരണം SPSS-ന് നമ്മൾ വർഷം ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണം. ചില യൂണിവേഴ്സിറ്റീസിൽ അത് അവൈലബിൾ അല്ല. അപ്പൊ SPSS-ന്റെ PSPP എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഫ്രീ വെർഷൻ ഉണ്ട്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് പൊതുവെ സ്റ്റഡി നടത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ റിസർച്ച് നടത്തുക. ചിലവർ റിസർച്ച് നടത്തി വെക്കും SPSS എന്ന് പറഞ്ഞിട്ട്, അത് ആക്ച്വലി പൈറസി ആണ്. PSPP ആയിട്ട് നമ്മൾ ചെയ്ത് വെച്ചാൽ അത് ഓക്കെ. പക്ഷെ SPSS എന്ന് പറഞ്ഞ് വന്നതിന് അത് പിന്നെ അപ്പൊ അത് വേറൊരു ഇഷ്യൂ ആണ്. അപ്പോ അങ്ങനത്തെ സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഡാറ്റ മാനിപ്പുലേഷൻ, നമുക്ക് കിട്ടാത്ത സർവേ ഒക്കെ നമ്മൾ തന്നെ ഫില്ല് ചെയ്ത് നമ്മൾ തന്നെ ചെയ്യുക. അപ്പൊ ആ ഡാറ്റ മാനിപ്പുലേഷൻ എന്നുള്ള ഭാഗം, നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടാത്തപ്പോ നമ്മൾ നമ്മുടെ ഡാറ്റ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരുത്താൻ നോക്കും, ചിലത് അവോയ്ഡ് ചെയ്യും. അപ്പൊ അതൊക്കെ ഇതിന്റെ ഭാഗമാണ്, അതൊക്കെ അവോയ്ഡ് ചെയ്യാം. ഇനി നമുക്ക് എത്തിക്സിലേക്ക് വരാം. റിസർച്ച് എത്തിക്സ് ആണ് നമ്മുടെ റിസർച്ച് മൊത്തത്തിൽ ഗൈഡ് ചെയ്യുന്നത്. ആക്കഡമിക് ഇന്റഗ്രിറ്റി, നോളജ് ഷെയറിംഗ്, ട്രൂത്ത്, പാർട്ടിസിപ്പന്റ് വെൽഫെയർ, അതിനൊക്കെ പാർട്ടിസിപ്പൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒക്കെയാണ് നമ്മൾ റിസർച്ച് എത്തിക്സിന് ഫോക്കസ് കൊടുക്കുന്നത്. കൂടിപ്പോയാൽ 2-3 ക്വസ്റ്റ്യൻ ആണ് വരാൻ പോകുന്നത് എത്തിക്സിന്ന്. എത്തിക്സും ICTയും കൂടെ കൂട്ടിക്കാൻ ഒരു 5 ക്വസ്റ്റ്യൻ മാക്സിമം. അപ്പോൾ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്: ഓണസ്റ്റി, ഒബ്ജക്ടിവിറ്റി, ഇന്റഗ്രിറ്റി, റെസ്പെക്ട് ഫോർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, കോൺഫിഡൻഷ്യാലിറ്റി. പ്രിൻസിപ്പിൾസ് ഓഫൻ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസിലാണ് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുള്ളൂ. ഇൻഫോം കൺസെന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ സബ്ജക്ട്സ്. ഇൻഫോം കൺസെന്റിൽ വരുന്നത് 1 വോളണ്ടറി പാർട്ടിസിപ്പേഷൻ ആയിരിക്കും, 2 അവർക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്റ്റഡിയിൽ അവർ സമ്മതിച്ചു,
പക്ഷെ അതിന്റെ ഇടയ്ക്ക് അവർക്ക് ഓക്കെ അല്ല, അവർക്ക് വിഡ്രോ ചെയ്യണം, അവർക്ക് ഫുൾ റൈറ്റ് ഉണ്ട് വിഡ്രോ ചെയ്യാൻ. പിന്നെ വൾണറബിൾ പോപ്പുലേഷൻ ആണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ കെയർ, വേറെ എക്സ്റ്റേണൽ സപ്പോർട്ട് അതൊക്കെ വെക്കണം. പ്രൈവസി ആൻഡ് അനോണിമിറ്റി അതൊരു വലിയ പ്രിൻസിപ്പിൾ ആണ്, അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഇൻസ്റ്റിറ്റ്യൂഷണൽ എത്തിക്സ് കമ്മിറ്റി, IEC അല്ലെങ്കിൽ IRB, ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡ് എന്ന് പറയും. അവരാണ് നമ്മുടെ റിസർച്ച് പ്രപ്പോസൽ നമ്മൾ വെച്ച് ഇത് ക്ലിയർ ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിൽ നിന്ന്. ഹയസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്തിക്കൽ എല്ലാം ഓക്കെ ആണോ എന്ന് അവർ നോക്കും. പാർട്ടിസിപ്പൻസിനെ പ്രൊട്ടക്ടിങ് പാർട്ടിസിപ്പൻസ് ഫ്രം ഹാം, നമ്മുടെ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെ ഫ്രം ഹാം പ്രൊട്ടക്ട് ചെയ്യുന്ന ഉറപ്പ് വരുത്തുന്നത് അവരാണ് നമ്മുടെ പ്രപ്പോസലിലൂടെ. ഹ്യൂമൻ സബ്ജക്ട് റിസർച്ചിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോഷ്യൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ എന്റെ സ്റ്റഡി ഹ്യൂമൻ സബ്ജക്ട്സ് ഇൻവോൾവ് ചെയ്താണ്. അപ്പൊ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ട് IEC അല്ലെങ്കിൽ IRB അപ്രൂവൽ വേണം. അപ്പൊ അത് മാൻഡറ്ററി ആണ് വേണം എന്നുള്ളത്. പ്ലേജറിസം ആൻഡ് അക്കാഡമിക് കണ്ടന്റ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വരുന്നത് പ്ലേജറിസത്തിലാണ്. അപ്പൊ പ്ലേജറിസം എന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് ക്രെഡിറ്റ് കൊടുക്കാണ്ട് അവർ വർക്ക് ഉപയോഗിക്കുന്നതിനാണ് പ്ലേജറിസം എന്ന് പറയുന്നത്. ഡയറക്റ്റ് പ്ലേജറിസം ഉണ്ട്, അല്ലെങ്കിൽ ഇതിലിപ്പോ മൊസൈക്കിനേക്കാളും ഡയറക്റ്റ് സെൽഫ് പ്ലേജറിസം. സെൽഫ് പ്ലേജറിസം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ മുന്നേ പബ്ലിഷ് ചെയ്തേക്കുന്ന രീതിയെങ്കിലും, അപ്പൊ ഞാൻ തന്നെ മുന്നേ ചെയ്തേക്കുന്ന എന്റെ തീസിസ് തന്നെ ഞാൻ പിന്നീട് എഴുതുകയാണ്, അതേ സാധനം തന്നെ അതുപോലെ തന്നെ, അപ്പൊ അത് പ്ലേജറിസം ആണ്. അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി പബ്ലിഷ് ചെയ്തൊരു പേപ്പർ ഞാൻ പിന്നെയും വേറെ സ്ഥലത്ത് പബ്ലിഷ് ചെയ്യാം, അത് പ്ലേജറിസം ആണ്. അപ്പൊ നമ്മുടെ സ്വന്തം സാധനം പോലും നമുക്ക് പിന്നെ ഞാനാണ് ഓണർ, എന്റെ ആണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് നമുക്ക് പ്ലേജറൈസ് ചെയ്യാൻ പറ്റില്ല. ടോട്ടലി വേറെ വേറെ സാധനങ്ങളായിരിക്കണം. പിന്നെ ഫാബ്രിക്കേഷൻ, മേക്കിംഗ് ഓഫ് ഡാറ്റ റിസൾട്ട്സ് നമ്മൾ സംസാരിച്ചു അതിനെപ്പറ്റി. ഡാറ്റ റിസൾട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുക. ഫോൾസിഫിക്കേഷൻ എന്ന് പറയുന്നത് റിസർച്ച് മെറ്റീരിയൽസ് ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഫാബ്രിക്കേഷൻ ഉണ്ടാക്കിയാണ് നമ്മൾ ടോട്ടലി. റിസർച്ച് മെറ്റീരിയൽസ് നമ്മൾ മോഡിഫൈ ചെയ്യണം അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യണം, അതിനനുസരിച്ച് നമ്മുടെ ഔട്ട്കം എന്താ വേണ്ട അതിനനുസരിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാണ്. ഇതൊക്കെ അക്കാഡമിക് റിജക്ഷൻ, സസ്പെൻഷൻ, ലീഗൽ ആക്ഷനിലേക്കൊക്കെ പോവാം. UGC 2018 പ്ലേജറിസം റൂൾസ് ഇറക്കിയിരുന്നു. അതാണ് ഇപ്പൊ മെയിൻ ഫോക്കസ് വരുന്നത്. കാരണം അതിപ്പോ ഭയങ്കര റെലവെന്റ് ആയ ഒരു ടോപ്പിക്കുമാണ്. കാരണം ഇപ്പൊ കുറെ പേര് അതിന്റെ അടിയിൽ പിടിക്കുന്നുണ്ട്, അവരെ PhD ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് UGC റെഗുലേഷൻ പ്രോപ്പറായി ഡിസ്കസ് ചെയ്യാം അടുത്ത സ്ലൈഡുകളിൽ. ഇനി പബ്ലിക്കേഷൻ എത്തിക്സ്, ഓതർഷിപ്പ്, ഓൺലി കോൺട്രിബ്യൂട്ടേഴ്സ് ഷുഡ് ബി ക്രെഡിറ്റഡ്. ചിലപ്പോ നമ്മൾ PhD ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോ ക്രെഡിറ്റ് കൊടുക്കാൻ തോന്നും. നമ്മളെ ഗൈഡ് ഒന്നിനും സഹായിച്ചിട്ടില്ല, നമ്മൾ ടോട്ടലി സെപ്പറേറ്റ് നമ്മുടെ ടോപ്പിക്കിൽ പോലും നമ്മുടെ ഒരു ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്താണ് എഴുതിയത്. പക്ഷെ നമ്മുടെ ഗൈഡ് നമുക്ക് അവർ ക്രെഡിറ്റ് ചോദിക്കും. അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലുള്ള വേറെ സീനിയർ പ്രൊഫസേഴ്സ് പറയും ഞങ്ങളുടെ പേര് എഴുതി ചേർക്കാന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് പറയും എടാ നീ എന്തായാലും ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യില്ല, അപ്പൊ എന്റെ കൂടെ പേര് ചേർക്കാൻ പറയും. അപ്പൊ ക്രെഡിറ്റ് കൊടുക്കുന്നത് ശരിക്കും അതിൽ വർക്ക് ചെയ്ത കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാർക്ക് മാത്രമായിരിക്കണം. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് പബ്ലിക്കേഷൻ, നമുക്ക് ഒരു പബ്ലിക്കേഷൻ വരാൻ ചിലപ്പോൾ 6 months എടുക്കും, ചിലപ്പോൾ 1 year എടുക്കും, ചിലപ്പോൾ 2 years എടുക്കും. അപ്പൊ പ്രോസസ്സ് ഭയങ്കര ലോങ് ആണ്. അപ്പൊ നമ്മൾ നമ്മുടെ ഒരേ പേപ്പർ കുറെ പബ്ലിക്കേഷൻസിലേക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് ഇപ്പൊ എങ്ങാനും അതെല്ലാം പബ്ലിഷ് ആയി കഴിഞ്ഞാൽ, എല്ലാം അക്സെപ്റ്റ് ആയി എല്ലാം പബ്ലിഷ് ആയി കഴിഞ്ഞാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് പബ്ലിക്കേഷൻ എത്തിക്കലി തെറ്റാണ്. അപ്പോ ഒരു പേപ്പറും ഒരു സ്ഥലത്തേക്ക് അവിടെ നിന്ന് പ്രോപ്പർ റിജക്ഷൻ വന്നിട്ട് മാത്രമേ നമുക്ക് വേറൊരു ജേർണലിലേക്ക് അത് അയക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഒരു ഇമെയിൽ അയച്ചിട്ട് ഞാനത് റിട്രാക്ട് ചെയ്യാണ്, അല്ല ഞാനത് വിഡ്രോ ചെയ്യാണ് എന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൺഫർമേഷൻ വരുമ്പോൾ നമുക്ക് പിന്നെ വേറെ ജേർണലിലേക്ക് അയക്കാം. പിന്നെ സലാമി സ്ലൈസിങ്, ഒരു സ്റ്റഡീനെ സെവറൽ പേപ്പേഴ്സ് ആക്കാം. അപ്പൊ നമ്മുടെ തീസിസിന്റെ ബേസിസിൽ തന്നെ തീസിസ് അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റഡി നടത്തി, ആ സ്റ്റഡീന്റെ ഓരോ ഒബ്ജക്റ്റീവിനും ഓരോ പേപ്പർ ഉണ്ടാക്കാം. അതിനെയാണ് സലാമി സ്ലൈസിങ് എന്ന് പറയുന്നത്. അത് എത്തിക്കലി തെറ്റാണ്. സലാമി സ്ലൈസിങ് എന്നുള്ള വാക്ക് ആലോചിക്കുക. ഒരു സ്റ്റഡീന് തന്നെ സെവറൽ പേപ്പേഴ്സ്, മാക്സിമം 2 papers ആണ് ഒരു സ്റ്റഡി എന്ന് പറയുന്നത്. തീസിസ് ആകുമ്പോൾ മേ ബി അപ് ടു 3, ഭയങ്കര വലിയ തീസിസ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ വർഷങ്ങളെടുത്ത് ചെയ്യുന്നതായതുകൊണ്ട് 2-3 papers ഒക്കെ ഓക്കെയാണ്. പക്ഷെ നമുക്ക് തന്നെ കാണാം ഒരേ പേരിലുള്ള ഒരേ സ്റ്റഡി തന്നെ ചിലവര് കുറെ അതൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സലാമി സ്ലൈസിങ്ങിന്റെ ബേസിസിൽ അതൊക്കെ ഭയങ്കര തെറ്റായ എത്തിക്കലി റോങ് ആയ കാര്യങ്ങളാണ്. കോപ്പ് എന്ന് പറയുന്നത് കമ്മിറ്റി ഓൺ പബ്ലിക്കേഷൻ എത്തിക്സ് ആണ്. അവരുടെയാണ് ഒരു ഇന്റർനാഷണൽ ഗൈഡ് ലൈൻ ആയിട്ട് ഇൻ ജനറൽ ഉപയോഗിക്കുന്ന കോപ്പ് ഗൈഡ് ലൈൻസ്.
ഇന്ത്യയിൽ നമുക്ക് ഇപ്പൊ UGCന്റെ ഗൈഡ് ലൈൻസ് ഉള്ളതുകൊണ്ട് നമ്മളിപ്പോ കോപ്പ് ഗൈഡ് ലൈൻസ് അങ്ങനെയായിട്ട് ഓക്കെ ഓക്കെ കോപ്പ് ഗൈഡ് ലൈൻസ് അങ്ങനെ കോപ്പ് ഗൈഡ് ലൈൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇവൻ UGCന്റെ പ്ലേജറിസം റൂൾസും എത്തിക്സും അങ്ങനെയൊക്കെ വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു റിസർച്ച് കണ്ടക്ട് എന്ന് പറയുന്നത് അതിൽ വരുന്നതാണ് പ്ലേജറിസം, ഫാബ്രിക്കേഷൻ, ഫോൾസിഫിക്കേഷൻ, കോൺസിക്വൻസസ്, റിട്രാക്ഷൻസ്, ബ്ലാക്ക് ലിസ്റ്റിംഗ്, ജോബ് ലോസ്, ലീഗൽ ആക്ഷൻസ് വരും. പെനാൽറ്റീസ് ഫോർ പ്ലേജറിസം ഇന്ത്യ വരുന്നത് UGC റെഗുലേഷൻസ് 2018 അടിയിലാണ്. അതല്ലാണ്ട് എത്തിക്കൽ ഗൈഡ് ലൈൻസ് വേറെ ഉള്ളത് ICMR ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് മോസ്റ്റ്ലി ഹ്യൂമൻ സബ്ജക്ട് റിസർച്ചിന് വേണ്ടിയാണ്. ഇൻ മെഡിക്കൽ ആൻഡ് ബയോമെഡിക്കൽ ഫീൽഡ്സിലാണ് യൂസ്വലി ICMRന്റെ ഗൈഡ് ലൈൻസ് കണ്ടിട്ടുള്ളത്. ബയോമെഡിക്കൽ ഫീൽഡ് റിസർച്ചിൽ ഹ്യൂമൻ സബ്ജക്ട്സ് ഇൻവോൾവ് ചെയ്യുമ്പോൾ, ചിൽഡ്രൻ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഒക്കെ സ്പെഷ്യൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഹെൽസിങ്കി ഡിക്ലറേഷൻ മെഡിക്കൽ റിസർച്ച് എത്തിക്സിന് വേണ്ടി. സോഷ്യൽ സയൻസ് റിസർച്ച് എത്തിക്സിന് ബെൽമോണ്ട് റിപ്പോർട്ട്. UGC കെയർ ലിസ്റ്റ് ഉണ്ടായി. UGC കെയർ ലിസ്റ്റ് ഇപ്പോൾ സ്ക്രാപ്ഡ് ആണ്. ക്വാളിറ്റി ജേർണലിസ്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ആയിരുന്നു UGC കെയർ ലിസ്റ്റ്. പക്ഷെ അതിൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് UGC കെയർ ലിസ്റ്റ് ഈ വർഷം സ്ക്രാപ്പ് ചെയ്തിട്ടുണ്ട്. സ്ക്രാപ്ഡ് എന്നുള്ള സാധനം നിങ്ങളിത് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രാപ്ഡ് ആണ് UGC കെയർ ലിസ്റ്റ്. അപ്പൊ അതൊരു കണ്ടംപററി ഇൻഫർമേഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഇതിൽ ഇൻക്ലൂഡ് ആയേക്കാം. ഓക്കെ, അപ്പൊ നമുക്കിനി പിന്നെ എടുത്തു പറഞ്ഞ UGC റെഗുലേഷൻസ് 2018 എന്താന്ന് നോക്കാം. അപ്പൊ എല്ലാ ലെവലിലും പ്ലേജറിസം പ്രൊഹിബിറ്റഡ് ആണ്. UGC റെക്കമെൻഡഡ് സോഫ്റ്റ്വെയറിൽ വേണം പ്ലേജറിസം ഡിറ്റക്ഷൻ ചെയ്യാനും അത് അതിനനുസരിച്ച് അതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനും. പ്ലേജറിസം റിപ്പോർട്ട് ഡെസർട്ടേഷന്റെ കൂടെ അല്ലെങ്കിൽ തീസിസിന്റെ കൂടെ വെക്കേണ്ടതാണ് ശരിക്കും സ്റ്റുഡൻസും സ്കോളേഴ്സും ഇവൻ അറ്റ് മാസ്റ്റേഴ്സ് ലെവൽ ചെയ്യേണ്ടതാണ്. ഇപ്പൊ എന്റെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രോപ്പറായി ചെയ്തിരുന്നു. ടീച്ചേഴ്സ് ഫൗണ്ട് ഗിൽറ്റി ഓഫ് പ്ലേജറിസം ആർ ലയബിൾ ഫോർ ഡിസിപ്ലിനറി ആക്ഷൻ. അവരുടെ ഡിഗ്രീസ് മൊത്തത്തിൽ വിഡ്രോ ചെയ്യാം, അവരുടെ പബ്ലിക്കേഷൻ മൊത്തം റിട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ റിസർച്ച് സൂപ്പർവിഷന് തന്നെ അവർക്ക് ഒരു ക്വാളിഫിക്കേഷൻ ആണ്, അതിൽ നിന്ന് ഫുള്ളായി ഡിസ്ക്വാളിഫൈ ആക്കാം അവരെ. PhD thesis submission requirements list, scholars must at least publish one paper എന്നാണ് before submitting PhD thesis. ഇപ്പൊ അത് സ്ക്രാപ്പ് ചെയ്താലോ എന്നുള്ളൊരു ടോക്ക് UGC ചെയർമാൻ പറയുന്നുണ്ട്. അതായത് സ്കോളേഴ്സിന് ഇനി അത് നിർബന്ധമല്ല എന്നാക്കുന്നത്. കാരണം അപ്പോഴാണ് പ്രെഡിറ്ററി ജേർണൽസ് എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്തോ അല്ലെങ്കിൽ കാശ് കൊടുത്ത് വേറെ ഒരു വഴിയില്ല, കാശ് കൊടുത്ത് പെട്ടെന്ന് പബ്ലിക്കേഷൻ വരുന്ന 2 മാസത്തിനുള്ളിൽ 1 മാസത്തിനുള്ളിൽ 2 ദിവസത്തിനുള്ളിലൊക്കെ അപ്രൂവൽ വരുന്ന ടൈപ്പ് ജേർണൽസ് ഉണ്ട്. അപ്പോ അങ്ങനത്തെ ജേർണൽസിന്റെ എഫക്റ്റ് അല്ലെങ്കിൽ ഇമ്പാക്ട് കൂടും എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മാൻഡറ്ററി ആയിട്ടുള്ള ഒരു കാര്യം മാറ്റാ എന്നുള്ള ഇതുണ്ട്. അപ്പോ ഫൈനൽ തീസിസ് മസ്റ്റ് ബി അപ്ലോഡഡ് ടു ദി ഇൻഫ്ലിബ്നെറ്റ് റെപ്പോസിറ്ററി. അപ്പോ അത് ചെയ്യുന്നത് യൂഷ്വലി ട്രാൻസ്പെറൻസി വരുത്താനാണ്, പ്ലേജറിസം ഡിറ്റർ ചെയ്യാൻ. അതായത് വേറൊരാൾക്ക് കയറി ഈ റെപ്പോസിറ്ററി കയറി നോക്കാം എന്റെ സ്റ്റഡി മുന്നേ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ നമുക്ക് പിന്നെ അപ്പൊ ഈസിലി ആർഗ്യൂബിൾ ആണ്, ഇതിൽ ആരും അപ്ലോഡ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് എന്റെ സ്റ്റഡി ചെയ്ത് എന്ന് ഫ്യൂച്ചറിൽ ഒരു പ്ലേജറിസം ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ വെരി യൂസ്ഫുൾ ആണ് ഇങ്ങനത്തെ റെപ്പോസിറ്ററീസ്. ടീച്ചേഴ്സിനുള്ള കോഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് അത് ആവശ്യമില്ല ഇപ്പൊ. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടന്റ്. ഒന്ന് ഫുൾ നെയിം UGC പ്രൊമോഷൻ ഓഫ് അക്കാഡമിക് ഇന്റഗ്രിറ്റി ആൻഡ് പ്രിവെൻഷൻ ഓഫ് പ്ലേജറിസം ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെഗുലേഷൻസ് 2018. അതാണ് ആ ഫുൾ റെഗുലേഷന്റെ പേര്. 4 ലെവൽ ഓഫ് പ്ലേജറിസം ആണ്. സിമിലാരിറ്റീസ് അപ് ടു 10%. അപ് ടു 10% വരെ പ്ലേജറിസം അലൗഡ് ആണ്, പെനൽറ്റി ഒന്നും ഇല്ലാതെ. 10 to 40% എന്ന് പറഞ്ഞാൽ സബ്മിഷൻ ഫോർ റിവിഷൻ ആണ്. 40 to 60% സ്റ്റുഡൻസിന്റെ ആണെങ്കിൽ രജിസ്ട്രേഷൻ മൊത്തത്തിൽ സസ്പെൻഡ് ചെയ്യും. PhDന്റെ ഒക്കെ രജിസ്ട്രേഷൻ എന്നാ പറയാ, അപ്പൊ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യും. ഫാക്കൽറ്റീന്റെ ആണെങ്കിൽ അവിടെ വെച്ച് അവർ ഇൻക്രിമെന്റ്സ് കട്ടാകും. അബവ് 60% ആണെങ്കിൽ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ആൻഡ് അല്ലെങ്കിൽ ഫാക്കൽറ്റി ആണെങ്കിൽ ടെർമിനേഷൻ ആണ്, കംപ്ലീറ്റ്ലി ടെർമിനേഷൻ ആണ്. ഇത് അപ്പൊ 10 to 40% വന്നു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മുടെ ജേർണൽസിൽ നിന്നൊക്കെ നമ്മളെ തിരിച്ച് റിവിഷൻസ് വരെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാറേ ഇല്ല. അവര് എന്താണ് കാരണം എന്ന് പറഞ്ഞേക്കും. ഇത് പോസ്റ്റ് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചെയ്തേക്കുന്ന എന്തെങ്കിലും വർക്ക് അത് കഴിഞ്ഞിട്ട് പ്ലേജറിസം റിപ്പോർട്ട് ചെക്ക് ചെയ്ത് വരികയാണെങ്കിലാണ് ഇപ്പോ സസ്പെൻഷനും ടെർമിനേഷനിലേക്കൊക്കെ വരുന്നത്.
നേരത്തെ ഞാൻ പറഞ്ഞു പ്ലേജറിസം ഡിറ്റക്ടർ സോഫ്റ്റ്വെയർ UGCന്റെ ഉൾക്കൊണ്ടാണ് ഇപ്പൊ അവര് ആർജിനൽ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇന്റഗ്രേറ്റഡ്. ആ രണ്ടുപേരും ഓർക്കുക, ഉർക്കുണ്ട് അല്ലെങ്കിൽ യോർക്കുണ്ട്, ആർജിനൽ. അപ്പൊ ഈ രണ്ട് പേരുമായിട്ട് ഓർക്കുക. പിന്നെ ഇപ്പൊ ഫാക്കൽറ്റി റിസർച്ചേഴ്സിനും റിസർച്ച് എത്തിക്സിലും റിസർച്ച് മെത്തഡോളജിയിലും റിസർച്ച് എത്തിക്സിലും ആയിട്ട് ട്രെയിനിങ് അണ്ടർഗോ ചെയ്യാൻ നിർബന്ധമാണ്. അപ്പോ അതിനുവേണ്ടി ICSSR ഒക്കെ സോഷ്യൽ സയൻസസിൽ ഇന്ത്യൻ ICSSR ഇന്ത്യൻ കൗൺസിൽ ഫോർ സോഷ്യൽ സയൻസസ് റിസർച്ച് ഒക്കെ ഫ്രീ 10-day ട്രെയിനിങ് ഒക്കെ തരുന്നുണ്ട് എത്തിക്സിലും മെത്തഡോളജിയിലും ഒക്കെ. അപ്പൊ അത് അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ മാൻഡേറ്ററി ആയിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ എത്തിക്സ് കമ്മിറ്റി നമ്മൾ പറഞ്ഞു, ഇൻസ്റ്റിറ്റ്യൂഷണൽ എത്തിക്സ് കമ്മിറ്റി അഥവാ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡ് ഓൾറെഡി ഹ്യൂമൻ സബ്ജക്ട്സിനും ആനിമൽ സബ്ജക്ട്സിനും ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് റിവ്യൂ ചെയ്യണം റിസർച്ച്, എന്നിട്ട് വേണം എത്തിക്കൽ ക്ലിയറൻസ് കിട്ടാൻ വേണ്ടി. സെൽഫ് പ്ലേജറിസം അൺഎത്തിക്കലാണ്. സൈറ്റേഷൻ ഇല്ലാണ്ട് നമ്മൾ സ്വന്തം വർക്ക് റീയൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ അൺഎത്തിക്കലായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. ഇനി എമർജിങ് എത്തിക്കൽ ഇഷ്യൂസിൽ ഒന്നാണ് AI ആൻഡ് ടെക്നോളജി ഇൻ റിസർച്ച്. അപ്പൊ നമ്മൾ സംസാരിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പോ കൂടി വരെയാണ്. അപ്പോ അതിന്റെ എവിടെയാണ് എത്തിക്കൽ യൂസ്, എത്രയാണ് AI നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഫുള്ളായി നമ്മുടെ തീസിസ് ജനറേറ്റ് ചെയ്യാനാണോ, ഔട്ട്ലൈൻ ഉണ്ടാക്കാൻ മതിയോ, അതോ ഇപ്പൊ നമ്മൾ AI സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുമ്പോൾ അത് സൈറ്റ് ചെയ്താൽ മതിയോ? അത്രയും എന്താണ് ലിമിറ്റ് എന്നുള്ളതിനെ കുറിച്ച് ഗൈഡ് ലൈൻസ് ഇതുവരെ ഒഫീഷ്യലി വന്നിട്ടില്ല. പക്ഷെ വരും, വൈകാതെ വരും. കാരണം ഇപ്പോൾ എസ്പെഷ്യലി വരുന്ന റിസർച്ച് ഒക്കെ കുറെയൊക്കെ ഇന്റഗ്രേറ്റഡ് ആണ്. ബയസ് ആൻഡ് ഫെയർനെസ് ഇൻ അൽഗോറിത്മിക് റിസർച്ച്. ഇപ്പോ നമുക്ക് ത്രൂ AI സോഫ്റ്റ്വെയർസ് ഒക്കെ നമ്മൾ പേപ്പേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ഒരു ആൽഗോറിതത്തിനെ ബേസ് ചെയ്തിട്ടാണ് അതിന് ആക്സസ് ഉള്ള സാധനങ്ങൾ. അതിന്റെ ബയസിന് ഇപ്പോൾ എല്ലാ AIക്കും പേഴ്സണൽ അത് ഉണ്ടാക്കിയ ആൾക്കാരുടെ ഡെവലപ്പേഴ്സ് ബയസ് ഉണ്ടാകും. അപ്പോ എന്താണ് നമുക്ക് കാണിക്കുന്ന പേപ്പേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ അതിലൂടെ. പിന്നെ കൺസെന്റ് ഇൻ ഡിജിറ്റൽ ഡാറ്റ സ്ക്രേപ്പിംഗ്. അപ്പൊ നമ്മുടെ ഡാറ്റ ഒക്കെ ഈ AIയും ടെക്നോളജിയിലൊക്കെ വരുമ്പോൾ അതില് എന്താണ് ഡിജിറ്റൽ ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള കാര്യം. ഡിജിറ്റൽ ഫുട് പ്രിന്റ് എപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ കുറിച്ച് പേടിക്കേണ്ടത് അതാണ്. നമ്മൾ എത്രയൊക്കെ ഡിലീറ്റ് ചെയ്താലും എത്രയൊക്കെ ഇതായാലും എല്ലാ ഇൻഫർമേഷനും ടെക്നോളജി ഇന്റർനെറ്റും AI ഒക്കെ അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പൊ അതില് എവിടെയാണ് കൺസെന്റിന്റെ ഒരു ഇത് സ്റ്റാൻഡ് ചെയ്യുന്നത്? കാരണം നമുക്ക് നമ്മുടെ റെസ്പോണ്ടൻസ് കൺസെന്റ് തന്നത് അവരുടെ ഡാറ്റ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അവരുടെ പ്രൈവസിയും അവരുടെ വെൽഫെയർ പ്രൊട്ടക്ട് ചെയ്യണം നമ്മളാണ്. അപ്പൊ എവിടെയാണ് നമ്മുടെ എത്തിക്കലി അത് നിൽക്കുന്നത്? പിന്നെ ബാലൻസിങ് ഓപ്പൺനെസ് ആൻഡ് പാർട്ടിസിപ്പന്റ് പ്രൈവസി. എന്ത് ലെവലിലാണ് നമുക്ക് നമ്മുടെ പാർട്ടിസിപ്പൻസിന്റെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നത്, പക്ഷെ അത്രയും തന്നെ ഇൻഫർമേഷൻ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന വേൾഡ് ആയിട്ട്. കാരണം നമ്മുടെ റിസർച്ചിന്റെ ഒരു ഇന്റൻഷൻ തന്നെ മാക്സിമം ഇൻഫർമേഷൻ വേൾഡ് ഷെയർ ചെയ്യാന്നുള്ളതാണല്ലോ. പക്ഷെ എന്ത് ലൈനാണ് അതിലുള്ളത്? ഇത് ക്രോസ് ചെയ്യാൻ പറ്റാത്ത ഒരു ലൈൻ എന്തുമയാണ് ഇത് ബാലൻസ് ചെയ്ത് നിൽക്കുന്നത്? അതൊക്കെ എമർജിങ് എത്തിക്കൽ ഇഷ്യൂസ് ആണ്. ഓക്കെ, UGC നെറ്റ് ടിപ്സ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്പെസിഫിക് ICT ടൂൾസ് ഏതൊക്കെ സ്പെസിഫിക് റിസർച്ച് സ്റ്റേജസിലാണ് ഓരോ ICT ടൂൾസ് ഉപയോഗിക്കണേ, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. പിന്നെ മാച്ചിങ് ടൈപ്പ് പെയർസ്, മെന്റലി റെഫറൻസ് മാനേജ്മെന്റ്, ടെർമിറ്റിക്, പ്ലേജറിസം ഡിറ്റക്ഷൻ, SPSS സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, ഇങ്ങനത്തെ മാച്ചിങ് ടൈപ്പ് പെയർസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. പെയർസ് ക്വസ്റ്റ്യൻസ് കുറെ കാണുന്നുണ്ട്, ലിസ്റ്റ് 1 ലിസ്റ്റ് 2 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തും, അതായത് നമ്മൾ ഈ 5 യൂണിറ്റിൽ 5 ടോപ്പിക്സിൽ അല്ലെങ്കിൽ 5 സെഷൻ ആയിട്ട് പഠിച്ച എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ടും അങ്ങോട്ടും കണക്റ്റഡ് ആയതുകൊണ്ട് ഏതും തമ്മിൽ ലിങ്ക് ചെയ്ത് വരാം. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ആ ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഇപ്പോ ഇത് കണ്ടില്ലേ, റെഫറൻസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, SPS, ടെർമിറ്റിനും പ്ലേജറിസം ഡിറ്റക്ഷനും. അപ്പൊ എന്ത് വേണമെങ്കിലും മാച്ച് ദ ഫോളോയിങ് വരാം. പിന്നെ മെമ്മറൈസ് എക്സാമ്പിൾസ് ഓഫ് ഡാറ്റാബേസസ്, ബിബ്ലിയോഗ്രഫിക്കൽ ആണെങ്കിൽ സ്കോപ്പസ് വെബ് ഓഫ് സയൻസ്, ഫുൾ ടെക്സ്റ്റ് ആണെങ്കിൽ ഇന്ത്യൻ റെപ്പോസിറ്ററീസ് ഏതൊക്കെയാണ്, എല്ലാത്തിന്റെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. എസ്പെഷ്യലി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇപ്പൊ വെബ് ഓഫ് സയൻസ്, പബ്മെഡ്, അങ്ങനത്തെ ഇതൊക്കെ പേര് പിന്നെ കേൾക്കുന്ന പേരുകളൊക്കെ നന്നായി എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക. OER ഓപ്പൺ ആക്സസ് ജേർണൽസും തമ്മിലുള്ള വ്യത്യാസം അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. H-ഇൻഡെക്സ്, I-10 ഇൻഡെക്സ്, ഇമ്പാക്ട് ഫാക്ടർ, ഓൾട്ട് മെട്രിക്സ് ഒക്കെ എന്താണ്, കീ സൈട്രേഷൻ മെട്രിക്സ് എന്താണ്, പിന്നെ ഇന്ത്യൻ ഇനീഷ്യേറ്റീവ്സ് ഞാൻ പറഞ്ഞല്ലോ ഫ്രീക്വന്റ്ലി ഇപ്പൊ ചോദിക്കുന്നുണ്ട്.
എൻഫ്ലിബ്നെറ്റ്, ശോധഗംഗ, MDLI, സ്വയം, ഇതൊക്കെ എന്താണ്, എന്ത് കാറ്റഗറിയിൽ പെടുന്നതാണ്, എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് യൂഷ്വലി സിനാറിയോ വരാണെങ്കിൽ സിനാറിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസിലാണ് വരാ. ഡയറക്ട്ലി എന്താണ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് ചോദിക്കില്ല. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്തിന്റെയാണ് മാൻഡറ്ററി റിസർച്ച് ചെയ്യണം സബ്ജക്ട്സ് ആകുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ എത്തിക്സ് കമ്മിറ്റി, അല്ലെങ്കിൽ വരാനുള്ള ഒരു ഓപ്ഷൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡ് എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഡയറക്റ്റ് നോട്ട് ദ ടൈപ്സ് ഓഫ് പ്ലേജറിസം, ഡയറക്റ്റ് മൊസൈക്, സെൽഫ് പ്ലേജറിസം. പിന്നെ UGC 2018 പ്ലേജറിസം റെഗുലേഷൻ ഉണ്ട്. അപ്പൊ എത്ര പെർസെൻറ്റേജ് ടു എത്ര പെർസെൻറ്റേജ് ആണ്, എന്താണ് അതിന്റെ പെനൽറ്റീസ് എന്നുള്ളത് റിവൈസ് ചെയ്യുക. പിന്നെ എത്തിക്കൽ ഗൈഡ് ലൈൻസ് എന്തൊക്കെ ഇതില്ല. ബെൽമോണ്ട് റിപ്പോർട്ട് സോഷ്യൽ സയൻസിന് വേണ്ടിയാണ്, ഹെൽത്ത് എനിക്ക് ഡിക്ലറേഷൻ മെഡിക്കൽ റിസർച്ചിന് വേണ്ടിയാണ്. അപ്പൊ അത് ഒന്ന് നോക്കുക. ഓൾറെഡി PPT-യിൽ അതുണ്ട്. പിന്നെ ഈ ടോപ്പിക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്താണോ പറയും. ഓക്കെ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് വെച്ച് പറയുമ്പോൾ ആക്ച്വലി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് പറയുമ്പോൾ നമുക്ക് ഇതാക്കാം. പേറ്റൻസ് എന്ന് പറയുന്നത് ഇൻവെൻഷൻസ് റിലേറ്റഡ് ആണ്. കോപ്പി റൈറ്റ് എന്ന് പറയുന്നത് ലിറ്റററി ആർട്ടിസ്റ്റിക് ഇതിനെ റിലേറ്റഡ് ആണ്. ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ബ്രാൻഡ് ലോഗോസ്. GI അതായത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് മോസ്റ്റ്ലി റീജിയണൽ പ്രൊഡക്ട്സിനാണ്. നമ്മൾ ഇത് മിസ് ചെയ്തോ ഒരു ഓക്കെ, ഏതൊരു സ്ലൈഡ് നമുക്ക് മിസ്സായി. അതുകൊണ്ടാണ് ആ ഭാഗം ഫുള്ളായിട്ട് പോയേക്കുന്നത്. അത് ഞാൻ നോക്കി ഞാൻ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ബേസിക്കലി ഇൻവെൻഷൻസിനൊക്കെയാണ് നമ്മൾ പേറ്റൻസ് എടുക്കുന്നത്. ഇപ്പൊ ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ ആയിട്ട് ഒരു സ്ലൈഡ് ഉണ്ടായി, അത് കാണുന്നില്ല. GI എന്ന് പറയുന്ന റീജിയണൽ പ്രോപ്പർട്ടി. ഇപ്പൊ ഡാർജിലിംഗ് ടീ അത് അത് ഓൾറെഡി ജോഗ്രഫിക്കലി ഇൻഡിക്കേറ്റർ ഉള്ള ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഡാർജിലിംഗ് ടീ എന്ന് പറഞ്ഞ് അവിടെ സ്പെസിഫിക് ആയ ടീ ഇതിന് മാത്രമേ ഡാർജിലിംഗ് ടീ എന്ന് പറഞ്ഞു. ഡാർജിലിംഗ് എന്നുള്ള സ്പെസിഫിക് ആയ ടീ ലീവ്സിനെയാണ് നമ്മൾ ഡാർജിലിംഗ് ടീ എന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോ ജോഗ്രഫിക്കൽ GI ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റർ. GI എന്ന് ഇവിടെ എഴുതാൻ കാരണം ആ ഫുൾ സ്ലൈഡ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് അയച്ചുതരാം. പിന്നെ ഹൈ വെയിറ്റ് ഏരിയസ്, പ്ലേജറിസം, UGC റൂൾസ്, സൈറ്റേഷൻ ഡാറ്റാബേസസ്, ഇന്ത്യൻ റെപ്പോസിറ്ററീസ്. 2 to 4 MCQs ആണ് ഈ ടോപ്പിക്സിൽ നിന്നൊക്കെ വരാൻ ചാൻസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ടോപ്പിക് 9. ഞാൻ ഒരു ക്ലാസ്സും കൂടെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫുള്ളി PYQs-ഉം പിന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി. ഞാനിപ്പോ ഇനി ക്ലാസ്സസ് ആയിട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഈ വീക്കെൻഡ് ആവുമ്പോഴേക്കും എല്ലാ PYQs-ഉം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ആയിട്ട് അയച്ചുതരാം. ഇതിനൊക്കെ നോട്ട്സും നിങ്ങൾക്ക് പെട്ടെന്ന് ക്വിക്ക് റിവിഷൻ ആവശ്യമുള്ള നോട്ട്സും അയച്ചുതരാം. അപ്പൊ ഇതാണ് ബേസിക്. ഇത് എൻ്റെ ഒരു സജഷനിൽ എസ്പെഷ്യലി നിങ്ങൾക്ക് സ്റ്റെപ്സ് ഓഫ് റിസർച്ച്, നമ്മൾ ഫസ്റ്റ് കവർ ചെയ്ത റിസർച്ച് ടൈപ്സ്, ആ ടോപ്പിക്സ് ഒക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയി പഠിക്കണം നിങ്ങൾക്ക്. എന്നാലാണ് അത് സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്ത പോലെ തന്നെ യൂട്യൂബ് അങ്ങനത്തെ കുറേ റിസോഴ്സസ് ഉണ്ട്. എസ്പെഷ്യലി പേപ്പർ 1-ന് നിറച്ചുണ്ട്. അപ്പോ അത് യൂട്ടിലൈസ് ചെയ്യുക. കൂടെ തന്നെ പേപ്പർ 2-ന്റെ കാര്യങ്ങളും കാര്യമായി നോക്കുക. വേറെന്താ, PYQs നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഒരു ക്ലാസ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് PYQs മാത്രമായിട്ട് സ്പെഷ്യലി റീസെന്റ് PYQs നമുക്ക് നോക്കാം. എൻ്റെ ഒരു ഇതിൽ അത്യാവശ്യം തിയറി ബേസ് ഉള്ളവർക്കൊക്കെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവില്ല. മേ ബി 1 or 2 കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളതുണ്ടാവും. അതിനാണ് നമ്മൾ ഓരോ ടിപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പൊ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക. ബാക്കി എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള PYQs-ഉം അതൊക്കെ ഞാൻ അയക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഈ മാസം നിങ്ങൾ ഓൾറെഡി എല്ലാം തിയററ്റിക്കലി പഠിച്ചതിന് നെക്സ്റ്റ് മന്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം ചെയ്യാം. ജനറൽ പേപ്പേഴ്സ് മാത്രം ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഫുൾ മന്ത്. അത്രയ്ക്കും ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ലാസ്റ്റ് ഒരു 10 years-ൽ. സോ നമുക്കത് എന്തായാലും PYQs ഞാൻ മാക്സിമം കമ്പൈൽ ചെയ്യാൻ നോക്കാം ദിസ് വീക്കെൻഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങാനും ക്ലാസ് കിട്ടിയില്ലെങ്കിൽ ആ PYQs-ന്റെ ആൻസേഴ്സ് ആയിട്ട്
അതിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്ത ആൻസർ കീയിൽ തരാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്താൽ മതി. ഹോപ്പ്ഫുള്ളി നമുക്ക് ഇതെല്ലാം ഡിസ്കസ് ചെയ്യാൻ പറ്റും ഒന്നും കൂടെ വിത്ത് PYQs. സോ താങ്ക് യു.